സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസനായി മടിയങ്ങളെ സ്തുതിക്കുന്നു. നിന്റെ മകനെ കുടുംബമായി ദേശത്ത് മാനിക്കണമേ. ഹല്ലേലൂയ കർത്താവേ, ഒരു പുതു കൃപ, പുതിയ അനുഭവം കർത്താവ് പിന്നെയും നൽകി ഓരോ ദിവസവും കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ആമേൻ, സമൃദ്ധിയുടെ അനുഭവത്തിലേക്ക് സഭയെ കൊണ്ടുപോകുവാനുള്ള കൃപ എൻ്റെ ദാസന്മേൽ കർത്താവ് ചൊരിയുമാറാകണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വന്ന എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പേരായി കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവേ. വ്യക്തികളായി കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കുടുംബമായി അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മക്കളെ എല്ലാം അവിടുന്ന് സഹായിക്കണമേ. അടിയുടെ സഭ കർത്താവേ, ഈ ദേശത്തെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായി തീരുവാൻ, വിടുതൽ പ്രാപിക്കുന്ന സഭയായി തീരുവാൻ, ഇവിടെ കടന്നു വരുന്നവരെല്ലാവരും കർത്താവേ അനുഗ്രഹം പ്രാപിക്കുന്ന സഭയായി തീരുവാൻ സ്വർഗമിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ കരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. അടിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അവിടുത്തേക്ക് തരുന്നു. യേശുവിന് അതിമഹത്വമുള്ള നാമത്തിൽ തന്നെ നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. ഇപ്പോൾ ആരാധന ലീഡിയുവാൻ മനോജ് പാസ്റ്ററെ ക്ഷണിക്കുന്നു. നമ്മുടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കുവാനായിട്ട് ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. കർത്താവിൻ്റെ ദാസൻ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞതുപോലെ സകല മഹത്വവും നമ്മുടെ ദൈവത്തിന് നമുക്ക് അർപ്പിക്കാമല്ലോ. ദൈവം ചെയ്ത സകല ഉപകാരങ്ങൾക്കും നമുക്ക് ഒരുമിച്ച് അവന് നന്ദി പറയാം. നാം വന്നതല്ല, ദൈവം നമ്മെ കൊണ്ടുവന്നതാണ്. നാം ഒന്നും നേടിയതല്ല, ദൈവം സകലതും തന്നതാണ്. അങ്ങനെയെങ്കിൽ ആ ഉറപ്പോടെ ഇന്ന് പകൽക്കാലം നമുക്ക് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ഒന്ന് സ്തുതിക്കാമല്ലോ. എല്ലാ കരങ്ങളും ഉയർത്തി അല്പസമയങ്ങളൊന്ന് സ്തോത്രം ചെയ്യാമോ? യേശുവേ, കഴിവല്ലപ്പ, അങ്ങയുടെ കൃപയാണ്, ബലമല്ല കർത്താവേ, അവിടുത്തെ ദയയാണ്. ഞങ്ങൾ ഇതുവരെ വന്നത് ദൈവത്തിൻ്റെ കൃപയാലൊന്നു മാത്രമാണ്. അങ്ങനെ ഒന്ന് പറയാൻ കഴിവുള്ളവർക്ക് അല്പസമയങ്ങൾ കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. നീ മാത്രമാണ് കർത്താവെ ഞങ്ങളെ നയിക്കുന്നത്. ഞങ്ങളുടെ ഉറവിടം അങ്ങ് മാത്രമാണ്. ഞങ്ങളുടെ സങ്കേതം അങ്ങ് മാത്രമാണ്. ഞങ്ങൾക്ക് ആരാധനായ ദൈവം അങ്ങ് മാത്രമാണ്. ഞങ്ങൾ അങ്ങേക്ക് പുകഴ്ചകൾ അർപ്പിക്കുമ്പോൾ, അങ്ങക്ക് സ്തുതികൾ അർപ്പിക്കുമ്പോൾ, അവിടുത്തെ കൃപയാലും അവിടുത്തെ പരിശുദ്ധാത്മാവിനാലും ഞങ്ങളെ ഒന്ന് നിറയ്ക്കണമേ. ഇത് പോര കർത്താവേ, ഇതിലും അപ്പുറമാകുന്ന ദൈവ സാന്നിധ്യത്താൽ ഒരു നിറഞ്ഞ് കവിയുന്ന അളവിലേക്ക് ദൈവം ഞങ്ങളെ കൊണ്ടുപോകണമേ. മുട്ടോളമല്ല, അരയോളം പോര കർത്താവേ, നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നിലവാരത്തിൽ അഭിഷേകത്തിൻ്റെ ഒരു വലിയ കവിഞ്ഞൊഴുക്ക് ഞങ്ങളുടെ സഭയ്ക്കകത്തേക്ക് ദൈവം അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചാട്ടെ. ഈ പ്രാരംഭ സെക്ഷനിൽ ദൈവത്തിൻ്റെ മഹാസാന്നിധ്യം ഇറങ്ങി ചലിക്കേണ്ടതിനായി പൂർണ്ണമായി ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ ഒന്ന് വിട്ടുകൊടുത്തുകൊണ്ട്, ശരീരമാകട്ടെ മനസ്സാകട്ടെ, അവൻ പൂർണ്ണമായി ദൈവസ്ഥാനത്തിലേക്കൊന്ന് സമർപ്പിച്ചുകൊണ്ട്, കർത്താവെ, ഇന്ന് പകലിൽ അങ്ങനെ ഒന്ന് സന്ദർശിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. മതിമറന്ന് അങ്ങേ ആരാധിക്കുവാൻ, ഹൃദയം നിറഞ്ഞ കർത്താവിനെ സ്തുതിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. എല്ലാവരും പ്രാർത്ഥിച്ചാണ്ട് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യ നൂറ്റാണ്ടിൽ ആ മാളിക മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന ദൈവ സാന്നിധ്യം, ഹല്ലേലൂയ, വചനം പറയുന്നത് പോലെ അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ അതേ ദൈവകൃപ ഈ സമയം നമ്മൾ ഒരുമിച്ച് അനുഭവിക്കേണ്ടതിനായി എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ആഗ്രഹിക്കുന്നവൻ്റെ മനസ്സിനെ തൃപ്തി വരുത്തുന്ന ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് പകൽക്കാലം നമ്മുടെ നടുവിലുണ്ട്. വിശ്വസിക്കുന്നവർ ചേർന്ന് കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. എല്ലാവരും സ്തോത്രം ചെയ്താട്ടെ. ആരും മൗനമായിരിക്കരുത്. അന്യഭാഷ പ്രാപിച്ചവരൊക്കെയും അന്യഭാഷയോടെ അല്പസമയങ്ങൾ സ്തോത്രം ചെയ്താട്ടെ. ആദരങ്ങളെ തുറന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ
മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. എത്ര പേർക്ക് പറയാൻ കഴിയും? കഴിവല്ല കർത്താവേ, അവിടുത്തെ കൃപയാണ്, ബലമല്ല, അങ്ങയുടെ ദയയെ മാത്രമാണ്. ഗാനം ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ഒരുമിച്ച് സ്തോത്രം ചെയ്യാമല്ലോ. എല്ലാവരും ചേർന്ന് ഹല്ലേലൂയ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ മാത്രം എൻ ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി, രോഗിയായി മാറിയപ്പോൾ യഹോവ റാഫയായി. തോൽവികൾ വന്ന നേരം, തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി, ഓ യഹോവ നിസിയായി. തോൽവികൾ വന്ന നേരം യഹോവ നിസിയായി. രണ്ട് കരങ്ങൾ ഉയർത്തി പാടാമോ? കഴിവല്ല, കഴിവല്ല നിൻ കൃപയാണേ. ശബ്ദമുയർത്തി പറഞ്ഞേ, ബലമല്ല നിൻ ദയയാണേ, ഓ കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ
ദൈവമേ, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. എൽ ശദായി കൂടെയുള്ളപ്പോൾ, എൽ ശദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എൽ ശദായി കൂടെയുള്ളപ്പോൾ അസാധ്യതകൾ മാറിപ്പോയി. എബനേസർ എൻ ദൈവമേ, എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. എബനേസർ എൻ ദൈവം, എബനേസർ എൻ ദൈവമേ, എന്നെ കരങ്ങളിൽ വഹിച്ചവനേ. അതുകൊണ്ട് കഴിവല്ല നിൻ കൃപ, കഴിവല്ല നിൻ കൃപയാണ് യേശുവേ. ബലമല്ല നിൻ ദയയാണ്. ഓ കഴിവല്ല നിൻ കൃപയാണ്. ബലമല്ല നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. കഴിവല്ല, കഴിവല്ല നിൻ കൃപയാണ്. ബലമല്ല നിൻ ദയയാണ്. ഓ നിൻ കൃപയാണ്. ബലമല്ല നിൻ ദയയാണ്. കഴിവല്ല നിൻ കൃപയാണ്. ഓ ബലമല്ല നിൻ ദയയാണ്. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം, ഓ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ, സത്യമല്ലേ പ്രിയപ്പെട്ടവരെ? ഓ നീ മാത്രം എന്നേശുവേ. യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. യേശുവേ ഉയിരിൻ്റെ ഉയിരാണേ. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഞാനൊരുവാകും മുൻപേ എന്നെ കണ്ടു, ആ ഉള്ളം കരത്തിൽ എന്നെ വരച്ചു. ഉള്ളതുപോൽ അറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനം ഉടയവനേ. ഉള്ളതുപോൽ അറിഞ്ഞിടും, ഉള്ളം കയ്യാൽ താങ്ങിടും ഉന്നതനം ഉടയവനേ. യേശുവേ, യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണ്. ശബ്ദമുയർത്തി, ഓ യേശുവേ മാറാത്ത മിത്രമേ, യേശുവേ ഉയിരിൻ്റെ ഉയിരാണ്.
കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ. കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. കൂട്ടം തെറ്റിപ്പോയി ഏകനായി മാറി ഞാൻ. കൂട്ടത്തെ വിട്ടിട്ട് തേടി നീ എന്നെയും മുറിവുകൾ മാറ്റിയും തോളിൽ വഹിച്ചതും നല്ലിടയനായി കൂടെ നടന്നതും. യേശുവേ മാറാത്ത മിത്രമേ. ശബ്ദം ഉയർത്തി പറയാമോ? യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എന്റേക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിടും. മറ്റാരെക്കാളിലും മാറാത്ത വാഗ്ദത്തം എൻ പേർക്കായി നൽകിയും ആശ്ചര്യമായതും എന്നിന്ന മാറ്റിയും എൻ കണ്ണാൽ കാണിച്ചും എൻ തല ഉയർത്തിയും ജയത്തോടെ നടത്തിടും. യേശുവേ മാറാത്ത മിത്രമേ. കരങ്ങൾ ഉയർത്തി അതരങ്ങളെ തുറന്നുകൊണ്ട് പറഞ്ഞു, യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ഒരിക്കൽ കൂടി, ഓ യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. യേശുവേ മാറാത്ത മിത്രമേ. യേശുവേ ഉയിരിന്റെ ഉയിരാണേ. ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. ഓ ആരാധന യേശുവുക്കേ. ആരാധന യേശുവുക്കേ. നീ சொன்னால் போதும் செய்வே. நீ காட்டும் வழியில் நடப்பே. உன் பாதம் ஒன்று பிடிப்பே. என் அன்பு இயேசுவே. நீ சொன்னால் போதும் செய்வே. நீ காட்டும் வழியில் நடப்பே. உன் பாதம் ஒன்று பிடிப்பே. என் அன்பு இயேசுவே. ஆராதன യേശുവേ. ശബ്ദം ഉയർത്തി ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ. ആരാധന യേശുവേ. ആരാധന ആരാധന സകലമാനവും മഹത്വവും പുകഴ്ചയും നമ്മുടെ കർത്താവിന് ആരാധനയ്ക്ക് യോഗ്യനായ നമ്മുടെ യേശുവിന് ഒരിക്കൽ കൂടി ആരാധന. യേശുവേ ശബ്ദമുയർത്തി ആരാധന. ഓ ആരാധന യേശുവേ. ഓ ആരാധന യേശുവേ. പരിശുദ്ധാത്മാവിന്റെ വലിയ സാന്നിധ്യത്തോടെ നമ്മുടെ യേശുവിന് ആരാധന കൊടുത്താട്ടെ. സകല മാനവും മഹത്വം ചെയ്യുന്ന നമ്മുടെ കർത്താവിന്
ചേർന്ന് പറയുന്നു, അവിടുന്ന് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനായ ദൈവമാണ്. ആ പരിശുദ്ധനായ ദൈവത്തെ ഒരുമിച്ച് നമ്മൾ ഒരുമിച്ച് ആരാധിക്കുകയാണ്. ശബ്ദമുയർത്തി ഹല്ലേലൂയ. യേശുവേ, ഓ ആരാധന യേശുവേ, ആരാധന ആരാധന യേശുവേ. കടലിൽ മീതെ നടന്നിട്ട അത്ഭുത പാദങ്ങൾ எனக்கு முன்னே செல்வதா எனக்கில்லை கவலை. காற்றையும் கடலையும் அடக்கிய உன் அற்புத வார்த்தைகள் எந்தன் துணையாய் நிற்பதாம் எனக்கேதே கவலை. கடலில் மீதே நடந்திட்ட உன் அற்புத பாதங்கள் எனக்கு முன்னே செல்வதா எனக்கில்லை கவலை. காற்றையும் கடலையும் அடக்கிய உன் அற்புத வார்த்தைகள் எந்தன் துணையாய் நிற்பதா எனக்கேதே கவலை. சேர்ந்தோ ஆராதனை இயேசுவுக்கே. சத்தம் உயரட்ടെ, ஆராதனை ஹல்லேலூயா. ஆராதனை இயேசுவுக்கே, ஆராதனை இயேசுவுக்கே. ஆராதனை இயேசுவுக்கே, ஆராதனை ஆராதனை இயேசுவுக்கே. பாதையெல்லாம் அந்தகாரம் சூழ்ந்து கொண்டாலும் பாதை காட்ட நேசருண்டு பயமே இல்லையே. பரமசேனை தொடர்ந்து வந்து சூழ்ந்து கொண்டாலும் பாதை காக்க கர்த்தருண்டு பயமே இல்லையே. பாதை எல்லாம் அந்தகாரம் சூழ்ந்து கொண்டாலும் பாதை காட்ட நேசருண்டு பயமே இல்லையே. பரவோன் சேனை தொடர்ந்து வந்து சூழ்ந்து கொண்டாலும் பாதை காக்க கர்த்தருண்டு பயமே இல்லையே. ആരാധന. രണ്ട് കരങ്ങൾ ഉയർത്തി പറയാമോ? ആരാധന യേശുവിന് മാത്രം. എത്ര ആരാധിച്ചാലും മതി വരാത്ത ദൈവ സാന്നിധ്യം ഇതിന്റെ അകത്തിറങ്ങുന്നുണ്ട്. എത്ര വർണ്ണിച്ചാലും എത്ര സ്തുതിച്ചാലും മതി വരാത്ത ദൈവ സ്നേഹത്താൽ അവിടുന്ന് നമ്മെ പൊതിയുന്നതുകൊണ്ട് സകല ആരാധനയും നമ്മുടെ യേശുവിന് മാത്രം. ഓ അതിനെ തുറന്ന് ആരാധന ആരാധന യേശുവേ, ആരാധന ഹല്ലേലൂയ. ഇത്ര നല്ലിടയ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയ ഉത്തമ സ്നേഹിതൻ നിത്യനാം രാജാവൻ കൂട്ടാളിയാണേ. എന്തു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയരേ. എന്നു നീ വന്നിടും, എപ്പോൾ നീ വന്നിടും, എത്ര നാൾ നോക്കി ഞാൻ പാർക്കണം പ്രിയരേ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ശബ്ദമുയർത്തി ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ചേർത്തടിച്ചുകൊണ്ട് കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം,
ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവിടുമ്പോൾ ലോകത്തിൻ താങ്ങുകൾ നീങ്ങിപ്പോയിടുമ്പോൾ ലോകക്കാരെല്ലാരും കൈവിടുമ്പോൾ സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. സ്വന്തം സഹോദരൻ തള്ളിക്കളയുമ്പോൾ യോസേഫിൻ ദൈവമേ കൂട്ടാളിയാണ്. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ക്രിസ്തീയ രണ്ട് കരങ്ങൾ പഠിച്ചു പാടിക്കേ. ഓ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ചേർന്ന് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദ. അതനുഭവിക്കുന്നവർ ചേർന്ന് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം. ഹല്ലേലൂയ. ശബലം ധേരയം ശബലം ധേരഗദാരഗദ ധുഡബാരഗലേ ചുഡബരബലവ ശബലം ധേരഗദാരഗദ. ഇതുപോലൊരു സൗഭാഗ്യം വേറെ ലഭിക്കാനില്ല പ്രിയപ്പെട്ടവരെ. ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം എന്നെണ്ണിക്കൊണ്ട് അത് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ചേർന്ന് ആത്മീക അഭിഷേകത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിച്ചോണ്ട് ഓ ചുഡബരബരബരബരവ ശകല വൈഡാരഗദ ധുഡബാരഗലേ ചുഡബരവ ശകലാധരയ പ്രബലവധഗനഗരാധരയെ ചുഡബരവ ശകലാരഗലം ധിരവ ശകലേ ചുഡബ ശബലം ധേരഗദ ചുഡബരബലവ ശബലം ധേരഗദാരഗലം ധിരവാരഗലേ ചുഡബരബലവ ശബലം ധേരഗദാരഗലം ധിരയ. ഹല്ലേലൂയ ജീസസ് ഹല്ലേലൂയ. ഓരബബബബ ശംഭരാരഗൽ ഖമനിയ. പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർ ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. എത്ര വലിയ ഭാഗ്യങ്ങൾ ലഭിച്ചാലും ക്രിസ്തീയ ജീവിതത്തെ പോലെ മറ്റൊരു ഭാഗ്യം നമുക്ക് ലഭിക്കാനില്ല. നാം എന്തെല്ലാം നേടിയാലും എന്തെല്ലാം സ്വരൂപിച്ചാലും ക്രിസ്തീയ ജീവിതം അതൊരു സൗഭാഗ്യ ജീവിതമാണ്. യേശുവിനെ ലഭിച്ചതൊരു സൗഭാഗ്യമാണ്. എന്റെ പ്രിയ കൂടപ്പിറപ്പേ, ക്രിസ്തുവിലുള്ള സ്നേഹമാണ് ഏറ്റവും വലിയ ഭാഗ്യം. ആ യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ, ആ യേശുവിന്റെ സ്നേഹം അനുഭവിക്കുന്നവർ, ആ യേശുവിന്റെ കരുതൽ അനുഭവിക്കുന്നവർ ചേർന്ന് നമ്മുടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. മറ്റെന്തിനേക്കാളും യേശുവിലുള്ള കൃപ, യേശുവിലുള്ള സാന്നിധ്യമാണ് നിന്നെ വലിയവനാക്കി മാറ്റുന്നത്, നിന്നെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഒരുമിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. സകല മാനവും പുകഴ്ചയും നമ്മുടെ കർത്താവിനെ അർപ്പിച്ചുകൊണ്ട് ഒരുമിച്ച് കരങ്ങൾ അടിച്ച് നമ്മുടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഇത് ആരാധനയുടെ ദിവസമാണ്. പരിശുദ്ധാത്മാവിന്റെ ചലനമുണ്ടാകുന്ന ദിവസമാണ്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന ദിവസമാണ്. നമ്മുടെ ഭാരങ്ങൾ മാറുന്ന ദിവസമാണ്. ഒരാശ്വാസം കണ്ടെത്താൻ കഴിയാതെ നീ വല്ലാതെ ഭാരപ്പെടുകയായിരിക്കാം. ഈ ആരാധനയുടെ നടുവിൽ നിനക്കൊരാശ്വാസം ലഭിക്കപ്പെടുന്നു, ഒരു വിടുതൽ ലഭിക്കപ്പെടുന്നു, ഒരു രോഗസൗഖ്യം ലഭിക്കപ്പെടുന്നു. വിശ്വസിക്കുന്നവർ രണ്ട് കരങ്ങൾ അടിച്ച് അഭിഷേകത്തോടെ നമ്മുടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. എല്ലാ വെല്ലുവിളികളും യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ അടിഞ്ഞു മാറട്ടെ. എല്ലാ പൈശാചിക കോട്ടകളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്ന് പകലിൽ അഴിഞ്ഞു മാറട്ടെ. നിന്റെ ശരീരത്തെ വരിഞ്ഞു മുറുക്കുന്ന, നിന്റെ കരത്തെ വരിഞ്ഞു മുറുക്കുന്ന, നിന്റെ കുടുംബത്തെ വരിഞ്ഞു മുറുക്കുന്ന പൈശാചികന്റെ സകല ആധിപത്യങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അത് പൊട്ടിമാറട്ടെ. ആരാധനയുടെ നടുവിൽ
ബന്ധനങ്ങൾ അഴിയപ്പെടും. ആരാധനയുടെ നടുവിൽ അത്ഭുത സൗഖ്യങ്ങൾ നടക്കും. ആരാധനയുടെ നടുവിൽ പൈശാചികന്റെ ശക്തി ഇളകി മാറും. രോഗികൾ സൗഖ്യമാകും. അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ വിശ്വസിക്കുക, നീ ആരാധിക്കുമ്പോൾ നിന്റെ ഭവനത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ ഈ പകലിൽ അഴിയപ്പെടുകയാണ്. നിന്റെ ശരീരത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയപ്പെടുകയാണ്. അഭിഷേകത്തോടെ കരമടിച്ചാട്ടെ, അധികാരത്തോടെ കരമടിച്ചാട്ടെ. നമ്മുടെ കൂടെയുള്ളവൻ സർവശക്തനായ ദൈവമാണ്. അവൻ കെട്ടുകളെ അഴിക്കുന്നവനാണ്. അവൻ വിടുതൽ നൽകുന്നവനാണ്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. വിശ്വസിക്കുന്നവർ ശക്തിയോടെ ഹല്ലേലൂയ. ആത്മസാന്നിധ്യം അനുഭവിക്കുന്നവർ വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിച്ചാട്ടെ. ഓ ജീസസ് 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 ജീസസ്. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. സ്വർഗീയ സാന്നിധ്യം അനുഭവിക്കുന്നവർ അധികാരത്തോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. പിശാചിന്റെ സകല ബന്ധനങ്ങളും യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാവിലെ സമയം കരിഞ്ഞു മാറുകയാണ്. പൗലോസ് അഭിഷേകത്തോടെ കൈകൾ കുടഞ്ഞപ്പോൾ അണലി പുറത്തു ചാടിയതുപോലെ ഒരു തീയുടെ അഭിഷേകം ഇതിനകത്ത് കർത്താവ് ഉയർത്തുകയാണ്. ഓ, നിന്റെ കരത്തെ ബന്ധിക്കുന്ന, നിന്റെ ശരീരത്തെ ബന്ധിക്കുന്ന ആ ആവിചാരത്തിന്റെ കെട്ട്, ആ മന്ത്രവാദ കെട്ട്, ആ പൈശാചിക കോട്ട ഇന്ന് പകലിൽ അഴിയപ്പെടുകയാണ്. ഒരു തീയുടെ ശക്തി ഇതിനകത്ത് വ്യാപരിക്കപ്പെടുന്നല്ലോ. ഓ ജീസസ് ജീസസ് ജീസസ്. ഓ ലാഖാമ ശാന്തരാരകൾ ഖമനഹ ഉടവരവലമ ശദരഗടകൾ ഖമരിയ. നിനക്കൊരു ഉയർച്ച ലഭിക്കാതെ, നിന്നെ മുൻപോട്ട് വിടാതെ പിശാച് പിടിച്ചു വെക്കുന്ന സകല മേഖലകളും ഈ പകലിൽ ആരാധനയുടെ നടുവിൽ തന്നെ നിനക്ക് വേണ്ടി ചില പുതുവഴികൾ തുറക്കപ്പെടുകയാണ്. ഒരിക്കലും നീ ഉയരത്തില്ല എന്ന് പിശാച് പറയുമ്പോൾ ദൈവ സാന്നിധ്യം നിന്നെ മുൻപോട്ട് കൊണ്ടുവരികയാണ്. നിന്നെ കർത്താവ് എഴുന്നേൽപ്പിക്കുകയാണ്. അഭിഷേകം പ്രാപിക്കുന്ന ദൈവജനം ഒരുമിച്ച് ചാടി എഴുന്നേറ്റ് കർത്താവിനെ ആരാധിച്ചാട്ടെ. എല്ലാവരും അതാത് സ്ഥാനത്ത് എഴുന്നേറ്റ് നിന്ന് നമ്മുടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. നിറഞ്ഞ പ്രത്യാശയോടെ രണ്ട് കരങ്ങളും അടിച്ച് വിട്ടുകൊടുത്ത് കർത്താവിനെ ആരാധിച്ചാട്ടെ. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ചൂടബലം തരയം ശബലം തേരഗദാരഗനം ധീരബലം തേ ചുടബാരബലം തേരഗദാരീബലവശബലം തേരഗദ ചുടബാരബലം തേരഗദം ധീരബലം തരവശബലം തേരഗദ ചൂടബലം തരയം ശബലം തേരഗദാരഗനം ധീരബലം തേരഗദ ചൂടബലം തരയം ശബലം തേരഗദാരഗനം ധീരബലം തേരഗദേ വൈഡാരഗനം ധീരബലം തേരഗദാരഗനം ധീരബലം ഥ ചുടബാശബലം തേരഗദ ചുടബാരബലം തേരഗദ. അഭിഷേകത്തോടെ കരമടിച്ചാട്ടെ. കരമടിക്കുകയാണെങ്കിൽ അഭിഷേകത്തോടെ കരമടിച്ച് ആത്മീക അഭിഷേകത്തോടെ അന്യഭാഷയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഇനിയൊരു പാട്ടിന്റെ ആവശ്യമില്ല. അന്യഭാഷ പ്രാപിച്ചവർ അന്യഭാഷയോടെ അല്പസമയങ്ങൾ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഓ, നൃത്തം ചെയ്ത് ആരാധിക്കേണ്ടവർക്ക് നൃത്തം ചെയ്ത് കർത്താവിനെ ആരാധിക്കാം. സ്വാതന്ത്ര്യത്തോടെ കർത്താവിനെ ആരാധിക്കാം. ചൂടാ തേരഗദാരഗദം ധീരബലം തേരഗദാരഗദ ചൂടബലം തരയം ശബലം തേരഗദ ചൂടബലം തേരഗദേരഗദം ധീരബലം തേരഗദ വൈഡാരഗദം ധീരബലം തേരഗദാരഗദ. എനിക്കറിയാം ഇതിനകത്ത് ഭയങ്കര ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ചിലരെ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി തൊടുന്നു. നിന്റെ ശരീരത്തെ അത് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഓ, ആത്മീക അഭിഷേകം പ്രാപിക്കുന്ന ദൈവത്തെ ഒരുമിച്ച് കമോൺ. ഓ ജീസസ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചുടബലവലവലവശബലം തേരഗദാരഗനം ധീരബലം തരയം ജബലം തേരഗദ ചുടബലവലവശബലം തേരഗദാരഗനം ധീരബലം തേരഗദേ ചുടബലവശബലം തേരഗദാരീബലവൈഡം തേരബലം തേരഗദ. ഓ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇന്നൊരു വിടുതൽ നടക്കും. ഞാൻ വിശ്വസിക്കുന്നു ഇന്നൊരു വിടുതൽ നടക്കും. ചില ഭവനങ്ങളെ കർത്താവ് തൊടുകയാണ്. ചില ഭവനങ്ങളെ കർത്താവ് വിടുതൽ നൽകുകയാണ്. ചില വ്യക്തികൾക്ക് കർത്താവ് വിടുതൽ നൽകുകയാണ്. ചില നാളുകളായി നീ കരയുന്ന മേഖലകൾ ഇന്ന് കർത്താവ് കാണുന്നു. നിന്നെ കർത്താവ് സ്വതന്ത്രമാക്കാൻ പോകുകയാണ്. ശക്തിയോടെ കർത്താവിനെ ആരാധിച്ചാട്ടെ. ഓ ജീസസ് ജീസസ് ഹല്ലേലൂയ. ഭാഷകരഗദാരഗദാരഗദം ധീരബലം തേരഗദേ വൈഡാരഗദം ധീരബലം തരയം ശബലം തേരഗദ ചൂടബലം തരയം ശബലം തേരഗദാരഗദം ധീരബലം തേരഗദ. അന്യഭാഷയിൽ തന്നെ കർത്താവിനെ ആരാധിച്ചാട്ടെ. എല്ലാ കണ്ണുകളും അടച്ച് അന്യഭാഷയിൽ തന്നെ കരമടിച്ച് കർത്താവിനെ ആരാധിച്ചാട്ടെ.
അന്യഭാഷയിൽ സംസാരിക്കുന്നത് ഒരു മനുഷ്യനോടല്ല, സ്വർഗത്തിലെ ദൈവത്തോടത്രേ സംസാരിക്കുന്നത്. അതുകൊണ്ട് പിശാചിന് മനസ്സിലാകാത്ത ആ ഭാഷയിൽ നീ സംസാരിച്ചു തുടങ്ങ്. ഒരു വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങുകയാണ്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ ഒരുപോലെ ദൈവ സാന്നിധ്യത്തോടെ നമ്മുടെ കർത്താവിന് ആരാധന കൊടുത്തോട്ടെ. യേശുവിന്റെ മഹത്വം, 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 യേശുവിന്റെ മഹത്വം. ഓ ദൈവ സാന്നിധ്യം ഇറങ്ങുന്നല്ലോ, ദൈവ സാന്നിധ്യം ഇറങ്ങുന്നല്ലോ. തൊടുക നിന്റെ ശിരസിന്മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. റിസീവ് ചെയ്യുക, ആ പരിശുദ്ധാത്മാവിനെ റിസീവ് ചെയ്യുക. പൂർണ്ണ സ്വാതന്ത്ര്യത്തോടെ ആ ദൈവ സാന്നിധ്യത്തെ റിസീവ് ചെയ്യുക. Come on. മടിച്ചു നിൽക്കാതെ കരമടിച്ച് കർത്താവിനെ സ്തോത്രം ചെയ്താണ്. ഓ ജീസസ്, ജീസസ്. നിന്റെ അതരത്തിന്മേൽ ദൈവം അധികാരം പകർന്നിട്ടുണ്ട്. നീ അതരങ്ങളെ തുറന്ന് കൽപ്പിക്കുക. ചിലതിനോട് മാറാൻ കൽപ്പിക്കുക, ചിലതിനോട് മാറാൻ കൽപ്പിക്കുക. നിന്റെ കരത്തിൽ അധികാരം തന്നിട്ടുണ്ട്. ചിലതിനെ നോക്കി കൽപ്പിക്കുക. ഇന്ന് തന്നെ ചില വഴികൾ നിനക്ക് വേണ്ടി തുറക്കുകയാണ്. നീ ഭാരപ്പെടുന്ന ചില വിഷയത്തിനകത്ത് ദൈവം നിനക്ക് ഇന്ന് വിടുതലയക്കുന്നു. ഇന്ന് വിടുതലയക്കുന്നു. നീ കൽപ്പിച്ചു തുടങ്ങ്. നിന്റെ ആദരം തുറക്ക. അഭിഷേകത്തോടെ കരമടിച്ച് Oh, glory to Jesus, glory to Jesus, glory to Jesus. Rakama Shamdara Ragal Kamalaha Lekeyama Shamdara. മുമ്പിലുള്ള ആ മതിൽ പോലെ നിൽക്കുന്ന വിഷയത്തോടെ നീ കൽപ്പിക്കുക. ഇന്ന് തന്നെ അത് ഇടിഞ്ഞു വീഴുന്ന പകലാണ്. ഇന്ന് തന്നെ ഇടിഞ്ഞു വീഴുന്ന പകലാണ്. പ്രതിസന്ധി നിന്നെ തോൽപ്പിക്കുകയില്ല. അഭിഷേകമുള്ള നീ പ്രതികൂലത്തെ കവർ ചെയ്ത് മറുകടയൊക്കെ പോകും. വിശ്വസിക്കുന്നവർ കൽപ്പിച്ചേ, കൽപ്പിച്ചേ, കൽപ്പിച്ചേ. ഓ ശബ്ദാരാഗൽ കവന. ഒരു യോർദാനും നിന്റെ മേൽ കവികയില്ല. യോർദാനെ കരകവിയുന്ന യോർദാനെ, നീ എന്നെ ജയിക്കുകയില്ല. കാരണം എന്റെ മേലൊരു അഭിഷേകമുണ്ട്. ഞാൻ കാൽ ചവിട്ടുമ്പോൾ തന്നെ യോർദാൻ രണ്ടായി മാറും. അത് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർ കാലുകളെ നോക്കി കൽപ്പിക്കുക. നീ കാല് വയ്ക്കുന്ന ദേശം നിന്നാൽ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് നിന്റെ കാലുകളെ നോക്കി നീ പ്രവചിക്ക. നിന്റെ കണ്ണിനോട് നീ പ്രവചിക്ക. നീ കാണുന്ന ദേശം അനുഗ്രഹമായി തീരും. ഓ ജീസസ്, അസ്ഥികൾ ജീവിക്കുമോ? പ്രവാചകൻ പറയുന്നു, അങ്ങയുടെ സാന്നിധ്യത്തിനല്ലാതെ ഇതിനെ ജീവിപ്പിക്കാൻ കഴിയുകയില്ല. മുരടിച്ചു കിടക്കുന്നതിനെ ജീവിപ്പിക്കുന്നൊരു ശക്തിയുണ്ട്. ഇന്ന് പകലിൽ നിന്റെ മുരടിച്ചു പോയ അവസ്ഥകളെ ജീവിപ്പിക്കുന്നൊരു ദൈവ സാന്നിധ്യം ഇതിനകത്തിറങ്ങുന്നുണ്ട്. മരിച്ചു മൺമറഞ്ഞു പോയ വിഷയങ്ങളെ ദൈവാത്മാവ് എടുക്കുകയാണ്. Hallelujah, Holy Spirit, hallelujah, hallelujah. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. Hallelujah, hallelujah, hallelujah. Shateria bala 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 shamdara ragal kabariya. Letheria baba bala bala shamdara ragal kabariya. Ramperia ma shamtheri. Chuda mana thara ragal khanadi arama shamdara. Potate potate chila ബന്ധനങ്ങൾ പൊട്ടി മാറട്ടെ. ചില ബന്ധനങ്ങൾ പൊട്ടി മാറട്ടെ. ചില ആവിയാര ബന്ധനങ്ങൾ പൊട്ടി മാറട്ടെ. നീ പോലും അറിയാതെ പിശാച് നിന്നെ ബന്ധിച്ച ചില മേഖലകൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ അത് പൊട്ടി മാറുകയാണ്. നിന്റെ ഭാവിയെ തടയുന്ന, നിന്റെ മക്കളുടെ ഭാവിയെ തടയുന്ന, നിന്റെ ജീവിതത്തെ തടയുന്ന ആ പൈശാചിക ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ പൊട്ടി മാറുകയാണ്. ഓ ജീസസ്, നിന്നെ അലട്ടുന്ന വിഷയത്തെ നീ ഒന്ന് സമർപ്പിക്കുക. യേശുവിനോട് പറ,
ഈ ആരാധനയുടെ നടുവിൽ എനിക്കൊരു വിടുതൽ കിട്ടിയേ മതിയാകത്തുള്ളൂ. നാളുകളായി എന്നെ കരയിപ്പിക്കുന്ന വിഷയത്തിൽ നിന്ന് എനിക്കൊരു വിടുതൽ കിട്ടിയേ മതിയാകുകയുള്ളൂ. ഓ ജീസസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ശബ്ദേരിയ ബാബാല ബാബാ ശബ്ദേരി. Glory to Jesus, hallelujah, hallelujah. Beteria baba shamderia baba baba shamdere. Lamperia baba baba shamdere. Yeshua Mahatme. ശബ്ദമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവിൽ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ കണ്ടൊരു വെളിപ്പാട് ഇങ്ങനെയാണ്. ഒരു റിബൺ കത്രിക വെച്ച് മുറിച്ചു മാറ്റുന്നത് പോലെ വളരെ ലാഘവത്തോടെ ചില കുടുംബങ്ങളിൽ നിന്ന് ഭയങ്കര ബന്ധനങ്ങൾ പൊട്ടി മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ. രണ്ടാമതൊരു പാട്ട് എടുത്ത് പാടാൻ അറിയാൻ കഴിഞ്ഞിട്ടല്ല, നമ്മളങ്ങനെ പാടുന്നതാണ്, സ്ഥിരമായി പാടുന്നതാണ്. പക്ഷേ പരിശുദ്ധാത്മാവിൻ്റെ നിയോഗം അങ്ങനെ ആയിരുന്നില്ല. എന്നോട് കർത്താവ് പറഞ്ഞു, വർഷിപ്പ് ലീഡ് ചെയ്യുമ്പോൾ ആദ്യത്തെ പാട്ട് മാത്രം മതി. ഹല്ലേലൂയ. അന്യഭാഷയിൽ അല്പസമയങ്ങൾ ആരാധിക്കുവാൻ ഒരു നിയോഗം കിട്ടിയത് കൊണ്ടാണ് അങ്ങനെ പെട്ടെന്ന് എഴുന്നേൽപ്പിച്ചത്. ഞാൻ കണ്ടത് എങ്ങനെയാണ്, ഒരു കത്രിക ഉപയോഗിച്ച് വളരെ ലാഘവത്തോടെ ഒരു റിബൺ മുറിച്ചു മാറ്റുന്ന ലാഘവത്തോടെ, ഹല്ലേലൂയ, പാരമ്പര്യമാകുന്ന ചില കെട്ടുകളെ പരിശുദ്ധാത്മാവ് പൊട്ടിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്ന എങ്ങനെയാണ്, ചില വ്യക്തികൾക്ക് അത് ഭയങ്കരമായി തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ചില കുടുംബങ്ങളിൽ നിന്ന് ചില പൈശാചിക ബന്ധനങ്ങൾ അഴിഞ്ഞു മാറിയിട്ടുണ്ട്. നിന്റെ ഭാവിക്ക് നേരെ കെട്ടിയ കെട്ട്, നിന്റെ ഭാവിക്ക് നേരെ കെട്ടിയ കെട്ട്, നീ ഉയരരുതെന്ന് പറഞ്ഞ് കെട്ടിയ കെട്ട്, നിന്റെ തലമുറയ്ക്ക് നേരെ കെട്ടിയ കെട്ടുകൾ ഇന്നത്തെ ആരാധനയുടെ നടുവിൽ അത് പൊട്ടി മാറിയിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുന്നു. ചിലരുടെ ലൈഫിൽ ഭയങ്കര ടേണിംഗ് പോയിന്റ് സംഭവിച്ചു തുടങ്ങുകയാണ്. ഈ ആഴ്ചയിൽ തന്നെ ഭയങ്കര മിറക്കിളുകൾ നിങ്ങളുടെ സംഭവം വീട്ടിൽ നടക്കാൻ പോകുകയാണ്. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. അത് വിശ്വസിക്കുന്നവർ കരമടിച്ച് അല്പസമയം കർത്താവിന് ആരാധന കൊടുത്താട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. രേഖമ ശബ്ദരാഗങ്ങൾ കവനിയ. ഹല്ലേലൂയ. റോഖമ ശബ്ദരാഗങ്ങൾ കരാദിയാരമ ശബ്ദര. ഹല്ലേലൂയ.
പകല ദൈവത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വന്നു. രാമദാസൻ പറഞ്ഞതുപോലെ ചില കുടുംബങ്ങളെ ആത്മാവിൽ സ്വതന്ത്രമാക്കുന്ന ദൈവസ്നേഹത്തിന്റെ ആഴത്തിനായി കരമടിച്ച് സഭയ്ക്ക് ഇന്ന് പകലൊന്ന് നന്ദി പറയാൻ കഴിയുന്നതാണ്. ഒരു സ്പിരിച്വൽ ഫ്രീഡം ഞാൻ റിലീസ് ചെയ്യുകയാണ്. I release the spiritual freedom in the church. യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ. വിട്ടു പിരിയാൻ കഴിവതില്ലേ അസാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോ വിട്ടു പിരിയാൻ കഴിവതില്ലേ അസാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോ കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാൻ ഇടവരാതെ വലയമായി നടത്തിയതും കരം പിടിച്ചു നടത്തിയതും എൻ കാൽകളെ ഉറപ്പിച്ചതും ഞാൻ വലയുവാൻ ഇടവരാതെ വലയമായി നടത്തിയതും വിട്ടു പിരിയാൻ കഴിവതില്ലേ അസാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ നനച്ചിടുമ്പോ വിട്ടു പിരിയാൻ കഴിവതില്ലേ അസാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ അസാന്നിധ്യം നനച്ചിടുമ്പോ വിട്ടു പിരിയാൻ കഴിവതില്ലേ അസാന്നിധ്യം അറിഞ്ഞിടുമ്പോ മറന്നിരിപ്പാൻ കഴിവതില്ലേ ആ കരുതൽ ഉള്ളത്തോട് ആരാധിപ്പേ മുഴുവോലത്തോട് ആരാധിപ്പേ ആരാധന
യേശുവിന്റെ മുഖം കാണുന്ന പകലായി മാറുകയാണ്. ചിലര് നമുക്ക് യേശുവിന്റെ ശബ്ദം കേൾക്കുന്ന പകലായി മാറുകയാണ്. 100% you will hear the voice of God. നീ ഇന്നൊരു ദൈവ ശബ്ദം കേൾക്കും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവൻ ഇന്ന് സ്വർഗത്തിലെ ദൈവം നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന പകലാ. നിന്മനമിളകാതെ മനസ്സ് ഇളകരുത്. നിന്മനം പതറാതെ ചേർച്ചുകൊണ്ട് മനസ്സ് ഇളകരുത്. നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് കർത്താവിന്റെ ഉറപ്പ് ദൈവം കൈമാറുന്നു. നിന്നെ കൈവിടുകയില്ല. നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. ലജ്ജിപ്പിക്കില്ല. പാതയതോ കർത്താവ് ലജ്ജിപ്പിക്കില്ല. ക്രൂരമം ശോധനയോ കർത്താവ് ലജ്ജിപ്പിക്കില്ല. കൂടിടും നേരമതിൽ ക്രൂശിൽ നീടൽ നീനക്കാ ലജ്ജിപ്പിക്കത്തില്ല. കൂരിരുൾ പാതയതോ ക്രൂരമം ശോധനയോ വചനത്തിനകത്ത് കൂടിടും നേരമതിൽ ക്രൂശിൽ നീടൽ നീനക്കാ ഒരു പിതാവായവൻ ഇറങ്ങി വരുന്നു. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെയെന്നും അതിന്റെ കൂടെയുണ്ട്. പിതാക്കന്മാരെ, ഞാനുണ്ട് പിതാവ് നിങ്ങളുടെ കൂടെയുണ്ട്. മാതാക്കളെ, സഹോദരങ്ങളെ, നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ.
സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, എന്റെ മകനാഴമായി ചിലത് അനുഭവിക്കും. എത്ര പേര് വിശ്വസിക്കുന്ന ഒരു നല്ല പിതാവ് ഇന്ന് പകൽ ഇവിടെ ഉണ്ട്? ഒരു നല്ല പിതാവ്. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നും, ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി
മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി ജീവിക്കുമ്പോൾ, എൻ്റെ ദൈവം മഹത്വത്തിൽ ഒറ്റപ്പെടലുകളെ മാറ്റുന്ന ദൈവ സാന്നിധ്യം ജീവിക്കുമ്പോൾ സാധു ജ്ഞാനി ശോണിതന്നിൽ ക്ലേശിപ്പാൻ ഏതും കാര്യമില്ല നിന്റെ ഉള്ളം ചൊല്ലുന്നു. ഏതും കാര്യമില്ല നിന്റെ ഉള്ളം ചൊല്ലുന്നു. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നോ. മാനസത്തിൽ ആദി പൂണ്ടു ഖേദിപ്പാൻ സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. സാധു അന്ധനായി തീർന്നിടല്ലേ ദൈവമേ. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. നാളെയെ കൊണ്ടൻ മനസ്സിൽ ലവലേശം ഭാരമില്ല. ഓരോ കാലം ദൈവമെന്നെ പോറ്റുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. തന്റെ കൈകളിൽ ഞാൻ ദിനം തോറും ചാരുന്നു. നമ്മുടെ കിഡ്സ് വെച്ചിട്ട് ടാലന്റ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി സന്തോഷകരമായ ട്രോഫീസ് ഒക്കെ കൈമാറാൻ നിൽക്കുക. ഒത്തിരി 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 ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ച്. പക്ഷെ എനിക്കിതൊന്നുമല്ല വിഷയം. ആത്മാവിൻ്റെ സാന്നിധ്യം വന്നാൽ ബാക്കിയൊക്കെ പിന്നെ ഉള്ളൂ. പരിശുദ്ധാത്മാവിനെ ഹോണർ ചെയ്യാതെ വേറൊരു ലെവൽ നമ്മുടെ മുൻപിലില്ല. അതുകൊണ്ട് അക്കാര്യം ഒന്ന് ഉയർത്തിപ്പിടിച്ച് പറയാമോ? അപ്പന്റെ സ്നേഹം എന്റെ മേലുണ്ട്. അതൊരു പ്രവാചകൻ നിന്നോട് പറയേണ്ട കുഞ്ഞെ. നീ തന്നെ നിന്നോട് നിന്റെ ഉയർത്തപ്പെട്ട കാര്യം ഒരു വിജയത്തിന്റെ അടയാളമല്ലേ? അതുകൊണ്ട് ഒരു അപ്പന്റെ സ്നേഹം, ഒരു അപ്പന്റെ സ്നേഹം, ഒരു അപ്പന്റെ സ്നേഹം. സാധുവായ നമ്മൾ നഷ്ടപ്പെട്ടു പോകാൻ ദൈവം ആഗ്രഹിക്കുന്നു. അപ്പന്റെ സ്നേഹത്തിന്റെ വലിയ പ്രകടനമാണ് കാൽവരി ക്രൂശിൽ നമുക്കായി യാഗമായത്. വാക്യം തുടങ്ങി ഒന്ന് വായിച്ചു സഹായിക്കാം. 8ാമത്തെ വാക്യം തുടങ്ങി. ഓക്കെ. അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. പിന്നെ അവൻ അവനെ യെരൂശലേമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ നിർത്തി അവനോട്, നീ ദൈവപുത്രനെങ്കിൽ ഇവിടെ നിന്ന് താഴോട്ട് ചാടുക. നിന്നെ കാക്കുവാൻ അവൻ തന്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കുകയും നിന്റെ കാൽ കല്ലിനോട് തട്ടാത്തവണ്ണം അവർ നിന്നെ കയ്യിൽ താങ്ങിക്കൊള്ളുകയും ചെയ്യും എന്നെഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. യേശു അവനോട്
അവനോട് നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്ന് അരുളി ചെയ്തിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഓക്കെ, ഇത് നമുക്കറിയാവുന്ന ഒരു ഭാഗമാണ്. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം തുടങ്ങി യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി എന്ന് തുടങ്ങി നമ്മളത് അറിയുന്നു. 4-ാം അധ്യായത്തിന് മുൻപിൽ 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷമുള്ള അനുഭവങ്ങൾ. എന്നാൽ ഞാൻ ഇന്ന് പകൽ നിൽക്കാൻ പോകുന്നത് 10-ാമത്തെ വാക്യത്തിലെ ഒരു അനുഭവമാണ്. ആമേൻ, ഹല്ലേലൂയ. ഒരു ഇൻട്രഡക്ഷൻ എല്ലാം നമുക്ക് അതിൻ്റെ മുമ്പിൽ ലഭിക്കുന്നുണ്ട്. എങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന 10-ാമത്തെ വാക്യത്തിൽ നിന്നെ കാപ്പാൻ നിന്നെ കുറിച്ച് കൽപ്പിക്കും. ഞാൻ അങ്ങനെ ഒന്ന് നിർത്തിക്കോട്ടെ. നിന്നെ കാക്കുവാൻ അവൻ തൻ്റെ ദൂതന്മാരോട് നിന്നെ കുറിച്ച് കൽപ്പിക്കും. അടുത്ത അവർ നിന്നെ കൈകളിൽ താങ്ങും. നിന്റെ കാല് കല്ലിൽ തട്ടാതെ വണ്ണം അവർ നിന്നെ കൈകളിൽ താങ്ങും. പ്രൈസ് ദി ലോർഡ്. ഇത് ദൈവവചനത്തിൻ്റെ ഒരു കോട്ടിംഗ് ആണ്. പക്ഷേ ഇവിടെ ഈ വചനം ഉപയോഗിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ ഇപ്പം ഈ വചനം പറയുന്നത് ആരാ വചനം ഈ പറയുന്നത്? ഇത് ആരാ പറയുന്നത്? ഉറക്കെ പറ. ഓക്കെ, ആരാ പറഞ്ഞേ? ഓക്കെ, ഇനിയാണ് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് ഇടപെട്ട നിയോഗം ഞാൻ നിങ്ങളോട് കൈമാറാൻ പോകുന്നത്. ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഞാനതിനെ നമ്മൾക്കുള്ള ഒരു പ്രബോധനം പോലെ അത് പറഞ്ഞു പോകാം. പിശാച് വചനം നന്നായി അറിയാവുന്നവനാണ്. അപ്പോൾ ദൈവമക്കൾ വചനം പഠിച്ചില്ലെങ്കിൽ ശരിയാവില്ല. അപ്പം അത് ഞാൻ അങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്യാതെ, പുള്ളിക്ക് നന്നായിട്ട് വചനം അറിയാം. നമുക്കോ? ഹലോ, കുഞ്ഞുങ്ങളുടെ പ്രോഗ്രാമിനകത്ത് പെട്ടെന്ന് ബൈബിൾ തുറന്ന് വായിക്കാൻ ഒരു ഭാഗം ഉണ്ടായിരുന്നു. സ്തോത്രം. ബൈബിൾ തുറന്ന് വായിക്കാൻ. അപ്പോൾ അതിന് അവർ ക്രമീകരിച്ചൊരു ഭാഗം ആരുടെയും ബൈബിൾ കൊണ്ടുവരാൻ പറ്റത്തില്ല. ഇവിടെ ഒരു കോമൺ ബൈബിൾ വെക്കും. എന്നിട്ട് ഇവിടെ കുറച്ച് പേപ്പറുകളിൽ എഴുതിയ ബൈബിൾ വാക്യങ്ങളും ഇടും. ഒരാൾ മുന്നോട്ട് വരുന്നു, അത് തുറക്കുന്നു. അപ്പം ഏതാണോ എഴുതിയിരിക്കുന്നത് അത് ഇവിടെ ഇരിക്കുന്ന ബൈബിളിൽ നിന്ന് തുറന്ന് എന്ത് ചെയ്യണം? വായിക്കണം. അതായിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർത്തു, ഒരു ഞായറാഴ്ച സഭായോഗം എല്ലാം നമുക്ക് നിർത്തിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു 45 മിനിറ്റ്സ് ഉള്ള മെസ്സേജ് നിർത്തിയിട്ട്, ഇത് സൺഡേ സ്കൂളിനെ അങ്ങ് മാറ്റി നിർത്തിയിട്ട് നമുക്കിതൊന്ന് ചെയ്തു നോക്കണം. രാമൻ പറയാമോ? ആമേൻ, ഹല്ലേലൂയ, ആമേൻ. ഇത് എല്ലാവരും അല്ല, ആമേൻ. ചിലരൊക്കെ പക്ഷേ പഴയ നിയമത്തിലേതൊക്കെ പറയുമ്പം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് പറയുമ്പോൾ ഇത് കിടന്ന് ഓടുന്ന ഓട്ടം കാണാൻ നല്ല രസമാണ്. പ്രൈസ് ദി ലോർഡ്. സത്യത്തിൽ ഓഡിയൻസിൽ ഇരുന്ന് ചിരിക്കുന്ന നമ്മളിരുന്ന് ചിരിക്കുന്നതേ ഉള്ളൂ. നമുക്കും ഇതിനകത്തൊന്നും എന്ത് ചെയ്യത്തില്ല, അറിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അടുത്തൊരു ചോദ്യം അതിനകത്തുണ്ടായിരുന്നു, ബൈബിളിൽ എത്ര പുസ്തകം ഉണ്ടെന്ന്. സത്യമായിട്ടും ഇതിൻ്റെ പേപ്പർ വാല്യുവേഷന് ഇവർ 3 പേരോട് ഇരുന്ന് ഇത് വായിക്കുന്നത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി വെളിപ്പാടുകൾ കിട്ടി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ ഓർത്തു, ചർച്ചിനോട് ഒന്ന് ചോദിക്കണം ഇതിനകത്ത് എത്ര പുസ്തകം ഉണ്ടെന്ന്. ഇപ്പം ചോദിച്ചാൽ ചിലപ്പോൾ ഞാൻ ഇനിയും ട്രോഫി അടിക്കാൻ അയച്ചാൻ ഓർഡർ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാനത് ചോദിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. കാരണം ആമേൻ ഈ ചിലർ 5 തുടങ്ങി, 5 പുസ്തകത്തെ തുടങ്ങി, ചിലർ 356 പുസ്തകത്തിലെത്തി. ആമേൻ, ഹല്ലേലൂയ. എത്ര? 36,000 പുസ്തകത്തിലെത്തി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ രസകരമായ അനുഭവങ്ങൾ. പ്രൈസ് ദി ലോർഡ്. പക്ഷേ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയ ഒരു കാര്യം, ഞാൻ വചനത്തെ എൻ്റെ നെഞ്ചോട് ചേർത്ത് വെച്ച് ആരെയും വിമർശിക്കാത്ത ആ ഒരു മനോഭാവത്തിന് വേണ്ടി മാത്രം ഞാൻ പറയാം. സ്പെഷ്യൽ കാറ്റഗറിയിൽ നിന്ന് നമ്മൾ പറഞ്ഞ്, മെഡിക്കൽ പറഞ്ഞ് വിധി എഴുതിയവർ കൊടുത്ത റിസൾട്ടുകൾ എത്ര വലുതായിരുന്നു. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ബൈബിൾ വാക്യം റെഫറൻസ് പറഞ്ഞതിന് ജഡ്ജസ് ഇവിടെ ചോദിച്ചു. ഏറ്റവും കൂടുതൽ വാക്യം പറഞ്ഞ്, സ്ഫുടമായി പറഞ്ഞ്, ക്ലിയറായി വാക്യം അവർക്ക് ബോധ്യമാകുന്ന പോലെ, ജഡ്ജസിന് ബോധ്യമാകുന്നത് പോലെ വാക്യം കൊടുത്തത് സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ആളാ. ഫസ്റ്റ് പ്രൈസ് കൊടുക്കുന്ന കൊണ്ട് വിരോധമുണ്ടോന്ന്?
ആമേൻ, ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ പറയാം, ഞാനും നിങ്ങളും ആമേൻ കഴിവും സാമർഥ്യവും യോഗ്യതയും അനുഭവങ്ങളും ഉണ്ടെന്ന് പറയുന്ന നമ്മളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഇല്ലാത്ത പലതും ആമേൻ കഴിവില്ലെന്ന് പറയുന്നവരെ കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തിന്റെ കൃപയ വചനത്തിന്റെ അകത്ത് അവിടുന്ന് വെളിപ്പെടുന്നത്. ആമേൻ. അതുകൊണ്ട് എൻ്റെ ആമേൻ ഹല്ലേലൂയ ഒരു ഹംബിൾ റിക്വസ്റ്റ് ഞാൻ ചർച്ചിനോട് പറയുക, ഈ ദിവസങ്ങൾ ബൈബിൾ എവിടെങ്കിലും ഇരിക്കുന്നവരായിട്ടല്ല. നിങ്ങൾ മൊബൈലിൽ വായിച്ചോ, എനിക്ക് പ്രശ്നമില്ല, വായിക്കണം. നിങ്ങൾ ലാപ്ടോപ്പിൽ വായിച്ചോ, പ്രശ്നമില്ല, വായിക്കണം. പക്ഷെ ചർച്ചിൽ വരുമ്പം ബൈബിളും കൊണ്ട് വരുന്നതായിരിക്കും ഏറ്റവും ഉചിതം. ചേർന്നൊരു ആമേൻ പറഞ്ഞാട്ടെ. നമ്മുടെ കൺവീനിയൻസിന് വേണ്ടി എവിടെയും വായിച്ചോ, എങ്ങനെയും വായിച്ചോ. ആമേൻ ഹല്ലേലൂയ. ഓഡിയോ ബൈബിൾ ഇടണോ, ഇട്ടോ. പക്ഷെ വചനമകത്തു കയറിയില്ലെങ്കിൽ തലമുറകൾ പരാജയപ്പെട്ടുകൊണ്ടേയിരിക്കും. 2025 പ്രവേശിക്കുമ്പോൾ ഇന്നലകളെക്കാൾ ഉപരി ടാമി ചേർച്ച് സൺഡേ സ്കൂളിനും യൂത്തിനും പ്രാധാന്യം കൊടുക്കാൻ എന്തുകൊണ്ടാണ് സമയം, സാഹചര്യങ്ങളും പണവും എഫോർട്ടും നമ്മൾ എടുക്കുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ കേൾക്കുന്നത് ആത്മീയമെന്ന് നമ്മൾ പറയുന്ന പല തലമുറകളും തകർന്നുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. അഭിഷേകത്തിൽ എന്ന് പറയുന്ന പല കുഞ്ഞുങ്ങളും ഇല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുൻപിൽ ആമേൻ അഭിഷേകത്തിന്റെ തലത്തിൽ നിൽക്കുന്നവർ പോലും ആമേൻ മാറിയും തകർന്നും കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് എനിക്കൊരാഗ്രഹമുണ്ട്, ടാമി ചേർച്ചിന്റെ അകത്ത് നിൽക്കുന്ന ഒരൊറ്റ കുഞ്ഞു പോലും തകർന്നവരുടെ ലിസ്റ്റിൽ പെടരുത്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയും എൻ്റെ ആത്മാർത്ഥമായ ഗൈഡൻസും ഇതിൻ്റെ പുറകിലുണ്ടാവും. എനിക്കറിയാം ചിലർക്ക് എന്നോട്, ചില കുഞ്ഞുങ്ങൾക്ക് എന്നോട് നന്നായിട്ട് പിണക്കം തോന്നും. ആമേൻ, ഹല്ലേലൂയ. ഇനി ചർച്ചിൽ വരുന്നില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മാതാവിൻ്റെ, ഏതെങ്കിലും ഒരു പിതാവിൻ്റെ കുഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ പേടിക്കേണ്ട. ആമേൻ, വീട്ടിൽ ഇരുത്തരുത്, അടിച്ച് ചർച്ചിനകത്ത് കൊണ്ടുവരണം. കാരണം ഇതിനകത്ത് ചിലരെ ശക്തമായി അവരുടെ അകത്ത് മുറിവ് വരുന്ന പോലെ ആത്മാവിൽ ഈ ദിവസങ്ങളിൽ ഞാൻ ഇടപെടും. നിങ്ങൾ എന്നെ കൂടെ നിൽക്കുവോ? ആമേൻ. കാരണം നശിച്ചു പോകുന്ന തലമുറകളെ വചനമറിയാവുന്ന പിശാചാണ് ഇടപെടുന്നത്. എല്ലാ വചനവും പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ അത് എവിടെ നിന്ന് വരുന്നു നോക്കണം. പൗലോസും ശീലാസും ആമേൻ പോകുന്ന വഴികളിൽ ഒരു പ്രസംഗത്തിന്റെ ശബ്ദം പോലെ ഉയർന്നു വരികയാ. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് ഉപദേശിക്കുന്നവർ. ഇത് വചനം ദൈവികമാണ്, പക്ഷെ വന്ന സോഴ്സ് പൈശാചികമാ. ഇത് തലമുറകൾ തിരിച്ചറിയാതെ പോയാൽ ഇന്നത്തെ കാലത്ത് പിടിച്ചു നിർത്താൻ കഴിയാത്ത നിലകളിൽ ഒരു യൗവന ലോകം, ഒരു കുഞ്ഞു തലമുറകൾ നശിച്ചു പോകുമ്പോ ഇന്ന് പകൽ ആത്മാർത്ഥമായി ഞാൻ പറയാ, ദൈവമക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നിന്ന് നമ്മുടെ തലമുറകൾ തകരാതെ നിൽക്കണം. ഇവിടുത്തെ സോഴ്സ് അതാണ്. ആമേൻ. ആ വാക്യം അങ്ങനെയാണ് പറയുന്നത്, നിന്നെ കാപ്പാൻ. ഒന്നാമത് ആ വാക്യം ഒന്ന് വായിച്ചേ. ആമേൻ, ഹല്ലേലൂയ. ഒന്നാമത്തെ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ആമേൻ. നിന്നെ കാപ്പാൻ. അപ്പൊ നോക്കിക്കോണേ, ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഞാൻ ഇവിടെ പറയാണ്, പിശാച് യേശുവിനോട് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ്സിനകത്ത് പിശാച് ഡിക്ലെയർ ചെയ്യുന്ന, അല്ലെങ്കിൽ പിശാച് വിശ്വസിക്കുന്ന വചനത്തിന്റെ ചില ശബ്ദങ്ങൾ ശ്രദ്ധിക്കുക. നമ്മെ കാപ്പാൻ ദൈവമുണ്ടെന്നവൻ വിശ്വസിക്കുന്നു. ഹലോ, അവൻ പറയാ നമ്മളെ കാക്കാൻ ആരുണ്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും നമുക്കറിയത്തില്ല നമ്മളെ കാക്കാൻ ദൈവമുണ്ട്. നിങ്ങൾ മിണ്ടിയില്ല. പുള്ളിക്കറിയാം സ്വോത്രം പറയുന്ന നിന്നെ കാക്കാൻ, സ്വോത്രം പറയുന്ന നിന്റെ തലമുറയെ കാക്കുവാൻ ദൈവമുണ്ടെന്ന്. പക്ഷെ ഇന്ന് ചർച്ച ആത്മാർത്ഥമായി തിരിച്ചറിയുക, ഞാൻ സ്തോത്രം പറയുമ്പോൾ, ഞാൻ ആത്മാവിൽ ആരാധിക്കുമ്പോൾ, ഞാൻ തിരുവചനം കരത്തിൽ പിടിക്കുമ്പോൾ എന്നെ കാക്കുവാൻ, എന്നെ പരിപാലിക്കുവാൻ എൻ്റെ ദൈവമുണ്ടെന്ന്. ആമേൻ. ഒരു സ്റ്റേറ്റ്മെന്റ്സോടെ ഞാൻ ഇങ്ങനെ പറയാം, വചനം അറിയുന്നത് കൊണ്ടല്ല, വചനം നിന്റെ നാവിലൂടെ ഡിക്ലെയർ ചെയ്യുമ്പോൾ നമ്മെ കാപ്പാൻ. ആമേൻ. അടുത്ത് നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ, ഹല്ലേലൂയ. പൈശാചിക മണ്ഡലം വ്യക്തമായിട്ടൊരു കാര്യം പറയുക, ഒരു ദൂതന്മാരുടെ പ്രത്യക്ഷത, ഒരു ദൂതന്മാരുടെ ഡ്യൂട്ടി, ഒരു ദൂതന്മാരുടെ എന്താ പറയുക ദൗത്യം ദൈവജനത്തിന്റെ മേൽ ഉണ്ടെന്ന് അവൻ വചനത്തിലൂടെ യേശുവിനോട് പറയുക.
ഹല്ലേലൂയ. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? വചനത്തിലൂടെ യേശുവിനോട് പറയുക, ദൂതനുണ്ടെന്ന്, ദൂതൻ നിന്നെ കാക്കുമെന്ന്, അത് വചനത്തിൽ എഴുതി വച്ചിരിക്കുന്ന സത്യമാണെന്ന് ആമേൻ അദ്ദേഹം വിളിച്ചു പറയുക. ഇനി അടുത്ത് ശ്രദ്ധിച്ചേ, ആമേൻ ഹല്ലേലൂയ. അടുത്തൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക, നിന്നെ കുറിച്ച് കൽപ്പിക്കുമെന്ന് എന്ന് പറഞ്ഞാൽ പറയുമെന്നല്ല, ചില ഓർഡറുകൾ ഇടുമെന്ന്. ഇന്ന് പകൽ നിങ്ങൾ വിശ്വസിക്കുമോ? ആമേൻ. ഈ വചനത്തിനകത്തൂടെ ഞാൻ അതിനെ പോസിറ്റീവ് തലത്തിൽ കൊണ്ടുവരിക. പ്രവാചകന്റെ പ്രവചന ശബ്ദമായി ആത്മാവിൽ അവനെ അടർത്തിയെടുത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ഇന്ന് പകൽക്കാലം സ്വർഗം ഇതിനകത്ത് പ്രവചിക്കുകയാണ്. ഒന്നാമത്തെ പദം, നിന്നെ കാക്കുവാൻ ഒരുവനുണ്ട്. ഇന്ന് പകൽ ഇതിനകത്ത് ഞാൻ സഭയോട് പറയുന്നു, സഹോദരങ്ങളോട് പറയുന്നു, നീ പോകുന്ന യാത്രയിൽ, നീ ചെയ്യുന്ന ബിസിനസ്സിൽ, നീ ചെയ്യുന്ന ട്രീറ്റ്മെന്റിൽ, നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ, നിന്റെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളിൽ, നിന്റെ കുഞ്ഞുങ്ങൾ പോകുന്ന കോളേജിൽ നിന്നെ കാക്കുവാൻ സ്വർഗത്തിലെ ദൈവമുണ്ട്. ഷാദാലബന റബല ജഗൽ ഘടകമന അർക്കമാന ബൗഡവേദാരബ ശന്ദരാധന. ഹല്ലേലൂയ. ഈ വചനം ആത്മാവിൽ ഇന്ന് പകൽ സഭയൊന്ന് ഏറ്റെടുക്കട്ടെ. ഇത് യേശുവിനോട് ആമേൻ പ്രവചനത്തിന്റെ ശബ്ദമായി ഉയർത്തിവിടുന്നത് പോലെ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ദൈവസഭയോട് പറയുന്നു, ഇതിനകത്ത് നീ അനർത്ഥത്തിൽ പെടാൻ കാത്തു നിൽക്കുന്ന, നോക്കി നിൽക്കുന്ന, നീ പരാജയത്തിൽ പെടുവാൻ പ്രതീക്ഷയോടുകൂടി നിൽക്കുന്ന ചിലരുടെ മുൻപിൽ നീ ധൈര്യത്തോടെ പറയണം, എന്നെ കാക്കുന്ന ഒരുവനുണ്ട്. പറയാമോ? എന്നെ ഒരുവൻ കാക്കും. എന്നെ കാക്കുന്ന ഒരുവൻ, എന്നെ കാക്കുന്ന ഒരുവൻ. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ സന്ദേശം വീണ്ടും ആവർത്തിക്കാൻ നിങ്ങൾ എടുക്കുക. ഈ ദിവസങ്ങൾ ചിലർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. ആമേൻ. ഹല്ലേലൂയ. ചിലർക്ക് വേണ്ടി ദൂതന്മാർ ഇറങ്ങി വരും. അബ്രഹാമിന്റെ ഭവനത്തിൽ ദൂതൻ ഇറങ്ങിയതുപോലെ ഈ ദിവസങ്ങൾ ചിലരുടെ ഭവനത്തിനകത്ത് ദൈവത്തിന്റെ ദൂതൻ ഇറങ്ങി വരും. ഇന്ന് പകലിൽ ഞാൻ ആത്മാവിൽ പറയുന്നു, അവിടെ ഇറങ്ങി വന്നത് ഇതുവരെ കാണാത്ത ചിലതിനെ ആമേൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഉണ്ടെന്ന് വെളിപ്പെടുത്താനാണെങ്കിൽ ഇന്ന് പകൽ ദൂതന്മാർ ദൈവസഭയ കുടുംബങ്ങൾക്കകത്തേക്ക്, ദൈവസഭയ മക്കൾക്കകത്തേക്ക് ആത്മാവിൽ വെളിപ്പെട്ടു വരാൻ പോകുകയാണ്. ആ ദൂതന്മാരിൽ മേലുള്ള ദൗത്യം ഇതാണ്, എന്റെ കുഞ്ഞുങ്ങളെ സൂക്ഷിക്കണം. കരമടിക്കുകയാണെങ്കിൽ യേശുപ്പയ്ക്ക് മഹത്വം കൊടുക്കുന്നത് പോലെ നന്നായി കരമടിക്കണം. ഹല്ലേലൂയ. നമ്മൾ ഒരു സ്തോത്രം പറയുന്നത് യേശുവിന് മുൻപിൽ കരമടിക്കുന്നെങ്കിൽ അപ്പയ്ക്ക് മഹത്വം കൊടുക്കുകയാ. ഇന്ന് പകൽ പൈശാചിക ലോകം തിരിച്ചറിഞ്ഞതിനേക്കാൾ എന്റെ യേശുവിലൂടെയുള്ള മഹത്വം ആത്മാവിൽ ആത്മാർത്ഥമായി തിരിച്ചറിയുക. ഇതിനകത്ത് ദൈവജനത്തിന്റെ മേൽ യെസ് എത്ര പേർ വിശ്വസിക്കുന്നു? എത്ര പേർ വിശ്വസിക്കുന്നു? പ്രൈസ് ദി ലോർഡ്. ആമേൻ. ഹല്ലേലൂയ. ഞാൻ ഈ ഭാഗം പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടപ്പോൾ പറഞ്ഞ കർത്താവിനോട് പറഞ്ഞ പോലെ, നീ ദൂതനെ കാണുമെന്നൊന്നും പറയണ്ട, നീ ദൂതനെ അറിയുമെന്നൊന്നും പറയണ്ട, പക്ഷേ ആമേൻ ദൂതന്മാർ വന്നു നിനക്ക് വേണ്ടി ചിലത് ചെയ്യുമെന്ന് നീ പറയണം. അതുകൊണ്ട് ഞാൻ സഭയോട് പറയാം, ഞാൻ എൻ്റെ അപ്പൻ്റെ ശബ്ദം കേട്ടത് ഞാൻ അതുപോലെ പറയാം. ദൂതനെ നിങ്ങൾ കാണുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ടിനിൽ ബ്രദറെ, നമ്മൾ ചെല്ലേണ്ട ചില സ്ഥലത്ത് ദൂതന്മാർ മുൻപേ ചെന്ന് ചിലത് ക്രമീകരിക്കും. ഇവിടെ ഇരിക്കുന്ന ചിലരോട് ഞാൻ ആത്മാവിൽ പറയാം, ആമേൻ, പേരെടുത്ത് ഞാൻ നിങ്ങളോട് പറയാം, ഈ ദിവസങ്ങൾ നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ്, സന്തോഷ് ബ്രദറെ വിശ്വസിച്ചോ, നിങ്ങൾ ചെല്ലുന്നതിന് മുമ്പ് ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ അവിടെ ഉണ്ടാവും. ഞാൻ നിങ്ങൾക്ക് മുമ്പായി എൻ്റെ ദൂതനെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 3 അനുഭവങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു വിടാം, വിശദീകരണങ്ങളില്ലാതെ ശ്രദ്ധിക്കുക. ആമേൻ. ഹല്ലേലൂയ. യഹൂദ ബാലന്മാരായിരിക്കുന്ന സഹോദരങ്ങൾ തീക്കകത്ത് കിടക്കുമ്പോൾ തീയുടെ ജ്വാല അവരെ തൊടാതിരിക്കാൻ, ആമേൻ, യഹൂദ ബാലന്മാർ സഹോദരങ്ങൾ തീക്കകത്ത് വീഴുന്നതിന് മുൻപ് ഞാൻ വചനത്തിലൂടെ വിശ്വസിക്കുന്നു, ഞാൻ വചനത്തിലൂടെ പ്രസംഗിക്കുന്നു, എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെ ഇറങ്ങി വന്നു. ആമേൻ. ഹല്ലേലൂയ. ഒരു ദൂതനെ പോലെ സ്വർഗം അവിടെ വെളിപ്പെട്ട് നിൽക്കുക. ഇന്ന് പകൽ ഒന്നാമത്തെ സന്ദേശം ഞാൻ പറയാം, നിനക്ക് മുമ്പിൽ ശത്രു വാടകോരുമ്പോൾ, നിനക്ക് മുമ്പിൽ ശത്രു അവൻ നിന്നെ കൊന്നുകളയുവാൻ, ഇല്ലാതാക്കുവാൻ തീയുടെ മുഴുവൻ ശക്തി വെക്കുമ്പോൾ, അത് കത്തി തുടങ്ങുന്നതിന് മുൻപേ ഒരുവൻ അതിന്റെ നടുവിലുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽ തീ കത്തും, പ്രതിസന്ധി വർദ്ധിക്കും, പക്ഷെ നീ തളരത്തില്ല. കാരണം നിനക്ക് വേണ്ടി ഇറങ്ങി വന്നിരിക്കുന്ന ഒരു ദൂതൻ. Hallelujah. 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 ദാനിയേലിനെ നോക്ക്, സിംഹക്കുഴിക്കകത്ത്
ഒരു രാജാവിന് വായടയ്ക്കാൻ പറ്റാത്ത, ഒരു നിയമത്തിന് എഴുതി വച്ചിരിക്കുന്ന നിയമസംഹിതകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത ആമേൻ ഹല്ലേലൂയ ബാലസിംഹങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന് ഒരു ഭക്തനെ ഇടുമ്പോ ആ ഭക്തൻ അതിനകത്ത് വീഴുന്നതിന് മുമ്പ്, ഒരു പ്രാർത്ഥനാ മനുഷ്യൻ അതിനകത്ത് വീഴുന്നതിന് മുമ്പ് സിംഹത്തിന്റെ വായടയ്ക്കാൻ, സിംഹത്തിന്റെ ലാംഗ്വേജുമായി, സിംഹത്തിന്റെ വായടയ്ക്കാൻ, സിംഹത്തിന്റെ അതോറിറ്റി വേർഡുമായി സിംഹത്തോട് കൽപ്പിക്കാൻ കഴിയുന്ന ഒരുവൻ ഇതിനകത്തുണ്ട്. നിയമം കൊണ്ടും സാഹചര്യം കൊണ്ടും ഒറ്റപ്പെട്ടും തള്ളപ്പെട്ടും പത്മോസിൽ ഒരുവൻ കിടക്കുന്നെങ്കിൽ അവിടെയും വെളിപ്പെട്ടു വരുന്ന ഒരു ദൂതനുണ്ട്. എനിക്കത് ഒത്തിരി തലങ്ങൾ പരിശുദ്ധാത്മാവിൽ ശുശ്രൂഷിപ്പാൻ എൻ്റെ അകത്ത് എനിക്ക് ആഗ്രഹമാണ്. പക്ഷേ ഇന്ന് പകൽ നിങ്ങൾ ശ്രദ്ധിച്ചേ. ആമേൻ ഹല്ലേലൂയ. ഒറ്റ വാക്ക് മാത്രം ഞാൻ അതിനകത്ത് പറയാം. ആമേൻ. നിങ്ങൾ എൻ്റെ കൂടെ വരിക. ഔദ്യോഗിക പദവിയിൽ നിന്ന് നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച് നിനക്കെതിരെ തീച്ചൂള ഒരുക്കിയാൽ അതിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി സ്വർഗം ഇറങ്ങി വരും. പ്രാർത്ഥിക്കുന്നവനെ പ്രാർത്ഥിപ്പാതിരിപ്പാൻ തീ ഒരുക്കിയാൽ പ്രാർത്ഥിക്കുന്നത് ആരോടാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഒരുവൻ അവൻ ഇറങ്ങി വരും. നിന്റെ അപ്പം വന്നില്ലേലും, നിന്റെ അമ്മ വന്നില്ലേലും, നിന്റെ സഹോദരങ്ങൾ വന്നില്ലേലും, നിന്റെ ഫ്രണ്ട്സ് വന്നില്ലെങ്കിലും ആ തീച്ചൂളയുടെ നടുവിൽ ഒരുവൻ അവിടെ ഉണ്ട്. Hallelujah. 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 വ്യത്യസ്തമായ ഇടപെടലുകൾ ശ്രദ്ധിക്കണേ. ഒന്നാമത്തെ മുമ്പിൽ ദൂതന്റെ പ്രത്യക്ഷത വന്ന് തീച്ചൂളയ്ക്കകത്ത് നിൽക്കുമ്പോൾ അവിടെ ഇറങ്ങി വന്ന സാന്നിധ്യവും ദൂതനും അല്ലെങ്കിൽ യേശുപ്പയുമായി ആമേൻ ഹല്ലേലൂയ അവിടെ എഴുതിയിരിക്കുന്നു. അവർ തുള്ളിച്ചാടി ദൈവത്തിന് നന്ദി പറയുക. ചേർന്നൊരു ആമേൻ പറഞ്ഞേ. ഹല്ലേലൂയ. രണ്ടാമത് സിംഹക്കുഴിക്കകത്ത് ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രസൻസ് ഇറങ്ങുമ്പോൾ ആമേൻ അവിടെ ദാനിയേൽ സുഖമായിട്ട് എന്ത് ചെയ്യുക? ആമേൻ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെ ഇളക്കമില്ല, തുള്ളലില്ല, ചാടലില്ല, ഒരു പരിപാടിയുമില്ല. പക്ഷെ ശാന്തമായിട്ട് അവിടെയുണ്ട്. മൂന്നാമത്തെ തലത്തിൽ ദൈവത്തിന്റെ ദൂതന്റെ പ്രത്യക്ഷത വന്നപ്പോൾ ഉയരം സ്വർഗം തുറന്ന് ചിലത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആമേൻ ഹല്ലേലൂയ. വരുവാൻ പോകുന്ന ദൈവസഭയുടെ അനുഭവങ്ങളെ ആത്മാവിൽ കുറിച്ചിടുകയാണ്. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കൈമാറുന്നു. യോഹന്നാനു വേണ്ടി പത്മോസിൽ ഇറങ്ങി വന്ന് ക്രിസ്തുവിന്റെ വെളിപ്പാട് പോലെ ഈ ദിവസങ്ങൾ ചിലരുടെ മേൽ പേനകൾ ചലിക്കുമാറ്, തൂലികകൾ ചലിക്കുമാറ്, കരങ്ങൾ ചലിക്കുമാറ് ഒരു ദൈവത്തിന്റെ അഭിഷേകം ഇന്ന് പകലിൽ ഇതിനകത്ത് ഇറങ്ങുന്നു. അതിന് സാക്ഷ്യമായി, അതിനെ ചുമന്നുകൊണ്ടുവരാൻ, അതിന് മുൻപിൽ നിൽക്കുവാൻ യേശുവിന്റെ ദൂതന്മാർ സ്തോത്രം. ദൂതൻ എന്ന് പറഞ്ഞ സിമ്പിളായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ്സ് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോകാം. ആമേൻ ഹല്ലേലൂയ. ദൂതന് മുമ്പിൽ ഒരു അധികാരമുള്ളവനുണ്ട്. അധികാരമുള്ളവൻ്റെ ഒരു മെസ്സഞ്ചറായിട്ട് ആളെ എന്ത് ചെയ്തിരിക്കുക? നിർത്തിയിരിക്കുക. ഇതുപോലെ മാനുഷ്യമായ തലത്തിനകത്ത് ആമേൻ ഹല്ലേലൂയ ഒരുവൻ നിർത്തി. ഒരു ദൂതൻ വീട്ടിൽ നിന്നൊരു വാക്ക് വന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണേ. ആമേൻ. കുഞ്ഞു വീടിനകത്ത് മരിക്കാറായി കിടക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ അപ്പൻ ഓടി ആമേൻ ഹല്ലേലൂയ യേശുവിൻ്റെ സന്നിധിയിലേക്ക് പോകുമ്പോൾ വീട്ടിൽ നിന്നൊരു ദൂതൻ വന്ന് പറഞ്ഞു, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, കുഞ്ഞു മരിച്ചു പോയി, കഥ കഴിഞ്ഞു. ലോകത്തിന്റെ ദൂതന്മാർ നിന്റെ ജീവിതം തകർന്നെന്ന് പറയുമ്പോ അടുത്തു നിൽക്കുന്ന ഒരുവന്റെ ശബ്ദം ഇന്ന് പകൽ ഉയരുകയാണ്. അത് കഴിഞ്ഞിട്ടില്ല. ഈ ദൂതന്റെ വാക്ക് നീ വിശ്വസിക്കണ്ട. സ്തോത്രം. അതിൻ്റെ അകത്തുനിന്ന് ഞാൻ വേഗത്തിൽ പറഞ്ഞ് മുന്നോട്ട് പോകാം. ലോകത്തിന്റെ ദൂതുമായി വരുന്ന ആമേൻ ദൂതുവാഹികളുടെ വാക്കുകൾ കേട്ട് എന്നെ കേൾക്കുന്ന തലമുറയെ, എന്നെ കേൾക്കുന്ന ആമേൻ സഹോദരങ്ങളെ, നമ്മൾ തകർന്നു പോകരുത്. അവരുടെ ലക്ഷ്യം യേശുവിന്റെ മഹത്വം വെളിപ്പെടാതെ വണ്ണം നമ്മൾ അവിടെ നിന്ന് മാറിപ്പോകുക. എന്നാൽ ഇന്ന് പകൽ എന്നോട് അപ്പ പറഞ്ഞ ഉത്തരവാദിത്വം ഞാൻ പറയാ, അപ്പ പറഞ്ഞ വലിയൊരു ദൗത്യം ഞാൻ പറയാ. ലോകത്തിന്റെ ചില ദൂതന്മാരെ, ആ വാക്ക് ഞാൻ അങ്ങനെ തന്നെ ഉപയോഗിക്കും, കാരണം ഞാൻ കേട്ടത് അങ്ങനെയാകയാൽ അങ്ങനെ തന്നെ പറയാൻ എനിക്ക് ആഗ്രഹമാണ്. ലോകത്തിന്റെ ചില നെഗറ്റീവ് ദൂതുമായി വരുന്ന ദൂതന്മാരെ തട്ടി മാറ്റിയിട്ട് എന്റെ സ്വർഗത്തിലെ ദൈവം ഈ ദിവസങ്ങൾ ദൈവത്തിന്റെ ദൂതന്മാരെ നിനക്ക് മുൻപിൽ അവിടെ നയിക്കുകയാ.
അർക്കമാന ബൗഡവേദാരവ ശതരാധന. കരമടിച്ചു കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. കരമടിച്ചു കർത്താവിനൊന്ന് നന്ദി പറഞ്ഞേ. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് ദൂതനിറങ്ങും. ഇന്ന് പകൽ നിന്റെ തലമുറയ്ക്കകത്ത് ദൂതനിറങ്ങും. ഇന്ന് പകൽ നിന്റെ ബിസിനസ്സിൽ ദൂതനിറങ്ങും. ഇന്ന് പകൽ നിന്റെ ജോലിയിൽ ദൂതനിറങ്ങും. ഇന്ന് പകൽ നിന്റെ കുടുംബജീവിതത്തിനകത്ത് ദൂതനിറങ്ങും. ഇന്ന് പകൽ ദൂതന്റെ ദൗത്യം അവൻ ചെയ്യും. ബെഥസ്ദ കുളം, അവിടെ ഒരു ദൂതൻ വരും. ഇടയ്ക്കിടയ്ക്ക് വരും അല്ലേ? അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഇടയ്ക്കിടയ്ക്ക് വരും. ദൂതൻ വന്നിട്ട് എന്ത് ചെയ്യും? വെള്ളം കലക്കും. കലക്കുമ്പോൾ ആദ്യം ഇറങ്ങുന്നവൻ എന്ത് ചെയ്യും? സൗഖ്യമാവും. എൻ്റെ ചോദ്യം, ഈ ദൂതൻ എവിടുന്ന് വരുന്ന? ബെഥസ്ദ കുളത്തിൽ ഇറങ്ങി വരുന്ന ദൂതൻ എവിടുന്ന് വരുന്നതാ? ഒത്തിരി പേര് സൗഖ്യമായില്ലേ? പക്ഷെ ഒത്തിരി പേര് അവിടെ കിടപ്പുണ്ടല്ലോ. നമ്മൾ കാണുന്ന ഒരു സഹോദരനെയാ, 38 വർഷമായിട്ട് പുള്ളി അവിടെ കിടപ്പുണ്ട്. ഇതുപോലെ വേറെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ എൻ്റെ ചോദ്യം, ഈ ദൂതൻ എവിടുന്ന് വരുന്ന? അതെന്താ ഈ ദൂതൻ വരുമ്പോൾ കുളം കലക്കിയിട്ട് ഒരാളെ മാത്രം സൗഖ്യമാക്കിയിട്ട് പോന്നേ? ഈ ദൂതൻ എവിടുന്ന് വരുന്ന? പറ, ഉറക്കെ പറ. എവിടുന്ന് വരുന്ന? ഉറക്കെ പറ. സമ്മതിച്ചു. എവിടുന്ന് വരുന്ന? സ്വർഗത്തിൽ നിന്ന് വരുന്ന. ഓക്കെ, ഒരു തുടക്കം കിട്ടിയാൽ പിന്നെല്ലാം നമ്മൾ പോവും അല്ലേ? ഓക്കെ, അപ്പോൾ സ്വർഗത്തിൽ നിന്ന് വരുന്ന. എന്നാൽ എന്താ ഈ ദൂതം വന്നിട്ട് കുളം കലക്കുമ്പോൾ ഒരാൾ മാത്രം സൗഖ്യമാക്കിയിട്ട് പോകുന്നത്? കുളത്തിൻ്റെ പ്രത്യേകതയാണോ? ആണോ? കുളത്തിൻ്റെ പ്രത്യേകതയാണോ? എന്താ ഒരാളെ മാത്രം? ആദ്യം വീഴുന്നവൻ ആരായാലും നാം സൗഖ്യമാവും. ഹലോ പറ, എന്താ? ദൈവസന്നിധിയിൽ ആർക്കാണ് ആവശ്യമുള്ളത് അവരെ എന്തു ചെയ്യും? സൗഖ്യമാവും. എന്തോ പറഞ്ഞേ? ദൈവസാന്നിധ്യത്തിന് വേണ്ടി കാത്തിരിക്കുന്നവൻ ആരാണോ അവരെ സൗഖ്യമാവും. ആമേ. സിമ്പിളായിട്ട് നമുക്ക് യേശുപ്പയുടെ വാക്യം നമുക്ക് എടുക്കത്തില്ല. എന്താന്ന്? നിനക്ക് വ്യവസ്ഥയിൽ മാത്രമേ ദൂതൻ വരൂ. മനോജ് പാസ്റ്റർ അടുക്ക ദൂതൻ വന്നെന്നും പറഞ്ഞ് സാംപാസ്റ്റർ അടുക്ക വരത്തില്ല. അത് അവിടേക്ക് അയക്കപ്പെട്ടത്, അത് അവിടെ വരും. അവിടെ വരുന്നതിനും എന്തുണ്ട്? സ്തോത്രം. അവിടെ ആദ്യം വീഴുന്നവൻ എന്ത് ചെയ്യും? ആമേൻ. അപ്പൊ ലക്ഷ്യം എന്തു വേണം? പറ. നിങ്ങൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, ആമേൻ, വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോ, എന്താ പറയണ്ടേ, ബിസിനസ്സിന് വേണ്ടി പ്രാർത്ഥിച്ചോ, എന്ത് വേണേലും പ്രാർത്ഥിച്ചോ. പക്ഷെ എന്തു വേണം? സൗഖ്യമാകാൻ, വിടുവിക്കപ്പെടാൻ. പറഞ്ഞേ. ഇനി അടുത്ത ശ്രദ്ധിച്ചു. മനസ്സ് വെക്കുന്ന ചിലരെ, നിങ്ങളെൻ്റെ കൂടെ വരണേ, മനസ്സ് വെക്കുന്ന ചിലരെ അടുത്ത തലത്തിലേക്ക് പരിശുദ്ധാത്മ കൊണ്ടുപോകാൻ പോവാണ്. മനസ്സ് വെക്കുന്ന ചിലരെ, ഇന്നലെ വരെ നീ ദൂതന്റെ വാക്കിലാണ് നിന്നെങ്കിൽ ഇന്ന് നിനക്ക് വേണ്ടി അടുത്തൊരു പ്രൊമോഷൻ ഞാൻ പറഞ്ഞോട്ടെ. പരിശുദ്ധാത്മ പറയാ, ഞാനൊന്ന് പറയാൻ പോവാ. ഞാനത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാം. ദൂതൻ ചിലത് ചെയ്യണമെങ്കിൽ ഉയരത്തിൽ നിന്ന് കിട്ടിയത് അതുപോലെയാണ്. നിന്റെ കാല് കല്ലിൽ തട്ടിപ്പോകാതിരിപ്പാൻ എന്നോട് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതെന്ത് ചെയ്യുക? നോക്കുക. കുളം വന്ന് കലക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വന്ന് എന്ത് ചെയ്യുക? കുളം കലക്കുക. ഉയരത്തിൽ നിന്ന് കിട്ടുന്ന ഓർഡർ പ്രകാരം ഒരുവൻ വന്നു നിൽക്കുമ്പോ ഇവിടെ അടുത്തൊരുവന് ദൂതനേക്കാൾ വലിയവൻ. ആ പദം ഉപയോഗിച്ചോട്ടെ. നിങ്ങൾ എൻ്റെ കൂടെ വരുമോ? ദൂതനേക്കാൾ വലിയവൻ നിന്റെ അരികിൽ വന്നിട്ട് പറയാ, നീ വെള്ളത്തിൽ ചാടണ്ട, അവൻ നീ മറ്റൊന്നിലേക്കും പോകണ്ട. ഒറ്റ കാര്യം മതി, എന്റെ ശബ്ദം കേട്ടാ മതി. എന്റെ ശബ്ദം കേട്ടാ മതി.
എന്റെ ശബ്ദം കേട്ടാ മതി. ചിലരുടെ മുമ്പിൽ ദൂതന്മാരുടെ പ്രത്യക്ഷതയുടെ സീസണിൽ നിൽക്കുമ്പോൾ ഇന്ന് പകൽ സഭയ്ക്കകത്ത് അടുത്ത ചിലരെ അടുത്ത ലെവലിലേക്ക് പരിശുദ്ധാത്മാവ് എഴുന്നേൽപ്പിക്കുകയാണ്. അവൻ ആ ലെവൽ എന്ന് പറയുന്നത് നീ അവന്റെ ശബ്ദം കേൾക്കാൻ പോകുകയോ. അവന്റെ ശബ്ദം കേൾക്കാൻ പോകുകയോ. ചിലർക്ക് മുമ്പിൽ ദൈവത്തിന്റെ ശബ്ദം വെളിപ്പെടാൻ പോകുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രവചിക്കുകയാണ്, ഇതിനകത്ത് ചിലർ യേശുവപ്പയുടെ ശബ്ദവുമായി ഒരു അസാധാരണ ബന്ധത്തിലേക്ക് വരാൻ പോകുകയോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷത്തോടെ ഒരു ആമേൻ പറയാം. നമ്മുടെ കുഞ്ഞുങ്ങളിലൂടെ കർത്താവ് ചിലതൊക്കെ ചെയ്യുമ്പം നമ്മളത് പറയുന്നത് ഒരു അഭിമാനമല്ലേ? ചേർന്നൊരു ആമേൻ പറഞ്ഞേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്നലെ വൈകിട്ട് കെസി എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു, അവൾ ഈ ആമേൻ എന്ത് പറയേണ്ടത് ടാലൻറ്റ് ടെസ്റ്റ് കഴിഞ്ഞപ്പോഴേ ഡിസൈഡ് ചെയ്തു. എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അപ്പനെന്ന നിലയിലും അമ്മയെന്ന നിലയിൽ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞിട്ടില്ല, ഞങ്ങളോട് അനുവാദം ചോദിച്ചിട്ടുമല്ല. അവൾ 3 days ഫാസ്റ്റിങ്ങിലാണ്. ദൈവസന്നിധിയിൽ 3 ദിവസം ഉപവാസമാണ്. പ്രിയ ജീനയും കെസിയയും അവർ ഒരുമിച്ചിരുന്ന് 3 ദിവസം ഉപവാസത്തിലാണ്, ഫുൾ ഫാസ്റ്റിങ്ങിലാണ്. ആമേൻ, ഹല്ലേലൂയ. ഇതിനകത്ത് ഇരുന്നിട്ട് ഇന്നലെ വൈകിട്ട് യൂത്ത് ഡിസൈപ്പിൾസിൻ്റെ മീറ്റിംഗ് കഴിഞ്ഞ് അങ്ങോട്ട് വന്ന എൻ്റെ 2 കൈയിലും പിടിച്ചിട്ട് പറഞ്ഞു, പപ്പ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, എൻ്റെ അകത്ത് തരുന്ന ചിലത് ദൈവശബ്ദമാണെന്ന് ദൈവം എന്നെ ഉറപ്പിച്ചു. ആമേൻ, ഹല്ലേലൂയ. അതിൻ്റെ കാരണം ആമേൻ കുഞ്ഞിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ എന്നോട് ദൈവം പറഞ്ഞതും എന്നെ ദൈവം കാണിച്ചതും തന്നെ യൂത്ത് ഡിസൈപ്പിൾസിൻ്റെ അകത്ത് ശുശ്രൂഷ നടക്കുമ്പോൾ പ്രാർത്ഥന, മധ്യസ്ഥ പ്രാർത്ഥന നടക്കുന്നതിനിടയിൽ ആമേൻ, ഹല്ലേലൂയ, എസ്തർ പ്രാർത്ഥനാ വിഷയങ്ങൾ ലീഡ് ചെയ്യുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി ഷിതയോട് പറയുന്നു. ഷിത പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാ സെക്ഷൻ ലീഡ് ചെയ്യുന്നതിനിടയ്ക്ക്, മധ്യസ്ഥ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നതിനടുത്ത് ആമേൻ, ഹല്ലേലൂയ, കെസിയുടെ ശരീരത്തിൽ ചെന്ന് തൊട്ട് ആത്മാവിൽ ചിലത് പ്രവചിച്ച് ചില ദൂതുകൾ അതിനകത്ത് കൈമാറി, ദൈവ നിയോഗങ്ങൾ അവിടുന്ന് കൈമാറി. അത് കേട്ടിട്ട് വന്നിട്ട് എന്നോട് പറയാ, ഇത് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ കാണിച്ചതും ഞാൻ കണ്ടതുമായത് ദൈവം ഒരിക്കൽ കൂടെ എന്ത് ചെയ്തു, ഉറപ്പിച്ചു. ഞാൻ ഇന്ന് പകൽക്കാലം അത് അവൻ വെളിയിൽ നിന്നൊരു അനുഭവം എടുക്കാതെ നമ്മുടെ മക്കളിൽ നിന്നൊരു അനുഭവം എടുത്ത് ഞാൻ ദൈവസഭയോട് പറയുന്നതിൻ്റെ കാരണം, നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നീ കേൾക്കുന്നത്, നിന്റെ ഉപവാസത്തിൽ നീ കേൾക്കുന്നത്, നിന്റെ വചനധ്യാനത്തിൽ നീ കേൾക്കുന്നത് ദൈവത്തിന്റെ ശബ്ദം തന്നെയാണ് എന്ന് ഈ ദിവസങ്ങൾ സ്വർഗം ചിലത് ഉറപ്പിക്കാൻ പോകുകയാണ്. സ്വർഗം ചിലത് ഉറപ്പിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ, ആമേൻ. ഞാൻ യേശുവിന്റെ നാമത്തിൽ അതിന് പറയുകയാണ്. ആമേൻ, ഹല്ലേലൂയ. ദൂതൻ വന്ന് ഇളക്കുമ്പോൾ തന്റെ അകത്ത് നടക്കാത്ത സൗഖ്യം, 38 വർഷം കാത്തിരുന്നിട്ട് നടക്കാത്തത്, ഇത് അടുത്ത ഒറ്റ ശബ്ദത്തിൽ. എന്നാ സിമ്പിൾ ശബ്ദമല്ലേ? കിടക്കയെടുത്ത് 38 വർഷം നടക്കാത്തത് ഒറ്റ ശബ്ദത്തിൽ കിടക്കയെടുത്ത് നടക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പക്ഷേ എന്നെ അകത്ത് വന്ന അവൻ ഏറ്റവും വലിയൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഇത് പറയുമ്പോഴും ആമേൻ, ഹല്ലേലൂയ, ഇദ്ദേഹം യേശുവിനെ എന്ത് ചെയ്യുന്നില്ല, കാണുന്നില്ല. എന്ത് മാത്രമേ ഉള്ളൂ, ശബ്ദം മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്നെ കൂടുണ്ടോ? ഒന്നാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത് ദൂതന്മാർ ചിലർക്ക് വേണ്ടി ഇറങ്ങി വന്ന് ദൗത്യങ്ങൾ ചെയ്യാൻ പോകുക. രണ്ടാമത്തെ അനുഭവം എന്ന് പറയുന്നത് ചിലർക്ക് വേണ്ടി ദൈവ ശബ്ദം അവിടുന്ന് മുഴങ്ങാൻ പോകുക. എന്നാൽ മൂന്നാമത്തെ അനുഭവം, ഈ സഹോദരനെ കുറച്ചു ദിവസം കഴിഞ്ഞ് ആലയത്തിൽ നിൽക്കുമ്പോൾ വചനത്തിൽ എഴുതിയിരിക്കുന്നു, യേശു അവനെ ആലയത്തിനകത്ത് കണ്ടു. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ചിലർക്ക് വേണ്ടി ദൂതന്മാരുടെ മിനിസ്ട്രികൾ ആരംഭിക്കുമ്പോൾ, ചിലർക്ക് വേണ്ടി ദൈവ ശബ്ദം ഉയരുമ്പോൾ, അടുത്ത ചിലർക്ക് വേണ്ടി ദൈവത്തെ, യേശുവിനെ നിങ്ങൾ മുഖാമുഖമായി കാണുന്ന അടുത്തൊരു ആത്മതല തുറക്കാൻ പോവുകയോ. ചില കണ്ണുകൾ യേശുവിനെ കാണും, ചില കാതുകൾ യേശുവിന്റെ ശബ്ദം കേൾക്കൂ, ചിലർ ദൂതന്മാരുമായി ഡീൽ ചെയ്യൂ. ഇന്ന് പകൽ ആത്മാവിൽ ഇത് സംഭവിക്കുമെന്ന് ഇതിനകത്ത് ഞാൻ ഡിക്ലെയർ ചെയ്യുകയോ. സ്തോത്രം. വിശദീകരിക്കുന്നില്ല, ഞാൻ ഈ ഭാഗം ഇവിടെ ക്ലോസ് ചെയ്യാണ്. എൻ്റെ അകത്ത് കർത്താവ് ഇടപെട്ടതാണ്, ഈ സീസണിൽ ചിലർ ദൂതന്മാരുമായിട്ടുള്ള അനുഭവത്തിലേക്ക് പോകും.
2 ചിലർ യേശുപ്പയുടെ ശബ്ദം ഡയറക്റ്റ് കേൾക്കും. 3 ചിലർ യേശുപ്പയെ കാണും. ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി പോകുന്ന ശുശ്രൂഷകളാണ്. ആ അനുഭവത്തിൽ യേശുവിനെ കണ്ടു കഴിയുമ്പോൾ അവൻ്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മൾ തിരിച്ചറിയും. അതുകൊണ്ട് ഇന്ന് പകൽ നമുക്ക് ആത്മാർത്ഥമായിട്ട് പറയാം, ഞാൻ എൻ്റെ കർത്താവിൻ്റെ ദൗത്യത്തിനായി വിട്ടുകൊടുക്കുക. ഞാൻ ഈ പറഞ്ഞ 3 കാര്യവും ദൈവവചനത്തെ ചേർത്ത് പിടിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആമേൻ ഹല്ലേലൂയ. ദൈവവചനത്തോട് ചേർന്നിരിക്കുന്നവർക്ക് വേണ്ടിയാണ്. ആമേൻ ഹല്ലേലൂയ. എപ്പോഴെങ്കിലും എന്തെങ്കിലും എപ്പോഴെങ്കിലും എന്നൊക്കെ പറഞ്ഞ് യേശുവുമായിട്ടുള്ള ബന്ധത്തിലുള്ളവർക്കല്ല. 2, ആമേൻ ഹല്ലേലൂയ, വേറൊരു പരിപാടിയും ഇല്ലെങ്കിൽ പള്ളിയിൽ പോകാമെന്ന് പറയുന്നവർക്ക് വേണ്ടിയല്ല. 3, അപ്പനും അമ്മയും അല്ലെ സഹോദരങ്ങളും ആരും ആമേൻ വിലക്കുന്നില്ല, ഒരു പ്രശ്നവും ഇല്ല, അതുകൊണ്ട് ഇന്നെന്നാ പോയേക്കാം എന്ന് പറയുന്നവർക്കല്ല. വേറെ ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് യേശുവിലേക്ക് വരുന്നവർക്ക് വേണ്ടിയല്ല. ഇന്ന് പകൽ എല്ലാറ്റിൻ്റെയും നടുവിൽ യേശുവാണ് എനിക്ക് ഏറ്റവും വലുതെന്ന് പറഞ്ഞ് അവനെ മുറുകെ പിടിക്കുന്ന ചിലർക്ക് വേണ്ടി, കർത്താവിൻ്റെ ശബ്ദം കേൾക്കുന്ന ചിലർക്ക് വേണ്ടി ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ പറയും, ദൂതന്മാർ നിങ്ങളുടെ വീടുകളിലേക്ക് വരാൻ പോകുകയാണ്. ദൈവശബ്ദം നിങ്ങളുടെ പ്രശ്നങ്ങൾ നിൽക്കുന്നിടത്തേക്ക് വരാൻ പോകുകയാ. ഒന്നുകൂടെ പറഞ്ഞാൽ, ബെഥസ്ത കുളത്തിന്റെ അരികിൽ യേശുവിന്റെ ശബ്ദം മുഴങ്ങിയതുപോലെ നമ്മുടെ പ്രശ്നത്തിന് മുമ്പിൽ യേശുവിന്റെ ശബ്ദം മുഴങ്ങാൻ പോകുകയാണ്. അത് നിന്നോടുള്ള ശബ്ദമാണ്, അത് നിനക്ക് വേണ്ടിയുള്ള ശബ്ദമാണ്, അത് നിന്നെ മാനിക്കാനുള്ള ശബ്ദമാണ്, അത് നിന്നെ ഒരു അടയാളമാക്കാനുള്ള ശബ്ദമാണ്, അത് നിന്നെ ഒരു അത്ഭുതമാക്കാനുള്ള ശബ്ദമാണ്. ആ ശബ്ദം ഇന്ന് പകൽ ആത്മാവിൽ ഉയരുകയാണ്. 3, നീ യേശുവിനെ കാണൂ. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ദൗത്യം മാറും. നീ പോയി യേശുവിനെ കുറിച്ച് പറയാൻ തുടങ്ങും. അങ്ങനൊരു മേഖലയിലേക്ക് പരിശുദ്ധാത്മാവിൽ ജനത്തെ നയിക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, ഇന്ന് പകൽ ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ദൈവസഭയെ അവിടുന്ന് ബ്ലെസ് ചെയ്യുകയാണ്, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്കും നന്മകൾക്കും സ്തോത്രം. വർഷിപ്പിൽ നിന്ന് കുഞ്ഞുങ്ങൾക്കായി കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. ഞങ്ങളുടെ യൂത്ത് ഡിസൈപ്പിൾസിനായി സ്തോത്രം. ഞങ്ങളുടെ കിഡ്സ് ചർച്ചിനായി സ്തോത്രം. ഞങ്ങളുടെ ലേഡീസ് കർത്താവ് മീറ്റിങ്ങുകൾക്കായി ചുമതലപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാ ശുശ്രൂഷകളും ദൈവത്താൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെടട്ടെ. ശനിയാഴ്ച നടക്കുന്ന ഞങ്ങളുടെ ഉണർവിൻ്റെ യോഗം ഏറ്റവും അനുഗ്രഹമാക്കി മാറ്റും, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും വഴി നടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിൻ്റെ സഹവാസവും കൂട്ടായ്മയും നമ്മോടും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തോടും ദൈവം ചെയ്ത എല്ലാ ശുശ്രൂഷകളോടും നന്മകളോടും ഇന്ന് കടന്നു വന്ന എല്ലാ ദൈവജനത്തോടു കൂടെ ക്രിസ്തുയേശുവിൻ്റെ 2ാം വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് ജയം തന്ന കർത്താവിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ.